നമസ്കാരം. ആർക്കാണ് BJP ബന്ധം എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ അജണ്ട. BJP സ്ഥാനാർത്ഥികളെ പുകഴ്ത്തിയ LDF കൺവീനർ EP ജയരാജനെതിരെ രാജീവുമായി ബിസിനസ് ബന്ധമുയർത്തിയാണ് UDFന്റെ പ്രത്യാക്രമണം. ജയരാജന്റെ രാജീവ് ചന്ദ്രശേഖറുമായുള്ള ബന്ധത്തിന് തെളിവ് കൊണ്ടുവന്നാൽ ജയരാജൻ മറുപടി നൽകുമെന്ന് പറഞ്ഞൊഴിയുകയാണ് MP ഗോവിന്ദൻ. ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട BJP ബന്ധമാണ്. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് റിജിൽ മാക്കുറ്റി, BJP വക്താവ് ഡഗിരി ഉല്ലാസ് ബാബു, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദ് എന്നിവർ. ആദ്യം റിജിലേക്ക്. റിജിൽ, വളരെ രൂക്ഷമായിട്ടാണ് CPM-നും LDF-നും എതിരെ ഇന്ന് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. അത് രാജീവ് ചന്ദ്രശേഖറുമായി EP ജയരാജനുള്ള ബന്ധത്തിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ പറയുന്നത് മുംബൈയിൽ നടന്ന ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപനത്തിൽ CPM-ഉം CPI-യും ഒന്നും പങ്കെടുക്കാതിരുന്ന പിണറായി വിജയൻ കാരണമാണ്. BJP ജയിച്ചാലും കുഴപ്പമില്ല, UDF തകരണമെന്നാണ് LDF-ൻ്റെയും CPM-ൻ്റെയും പിണറായി വിജയൻ്റെയും ആഗ്രഹം എന്നാണ് ആരോപണം. അതിരൂക്ഷമായ ആരോപണങ്ങളാണ് ഉയർത്തുന്നത്. അതും ഇന്ത്യ മുന്നണിയിൽ ഔദ്യോഗികമായ ഘടകകക്ഷിയായ സഖ്യകക്ഷിയായ ഒരു പാർട്ടിക്കെതിരെയാണ് ഇത്രയും രൂക്ഷമായ ആക്രമണം. ഇതെന്തുകൊണ്ടാണ്? ഇത് കേരളത്തിൽ മാത്രമാണോ? തീർച്ചയായും കേരളത്തിൽ മാത്രമല്ല CPM ഉള്ളൂ. CPM-ന് കേരളത്തിൽ ഭയക്കേണ്ടത് നരേന്ദ്രമോദിയാണ്. ആ ഭയമാണ് നരേന്ദ്രമോദിയോടും BJP-യുള്ള ഭയമാണല്ലോ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പിണറായി വിജയന്റെ സ്വാധീനത്തിന്റെ ഭാഗമായി CPM-ന് വിട്ടുനിൽക്കേണ്ടി വന്നത്. ഇവരുടെ കള്ളത്തരവും കൊള്ളയും അഴിമതിയുമെല്ലാമായി ബന്ധപ്പെട്ട് കൊടുക്കൽ വാങ്ങലുകളാണ് എന്നതിന്റെ ഒരുപാട് തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ രാജ്യത്ത് BJP-യുടെ അന്വേഷണ ഏജൻസികളും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെയും മന്ത്രിമാരെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് ജയിലടക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. പക്ഷേ കേരളത്തിൽ മാത്രം ED-യുടെയും IT-യുടെയും ഇമ്മ്യൂണിറ്റി കിട്ടുന്ന ഏക മുഖ്യമന്ത്രി ഈ രാജ്യത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ്. അപ്പോൾ അതാണ് അവർ തമ്മിലെ ധാരണ. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് EP ജയരാജനും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയായിട്ടുള്ള BJP-യുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ആയിട്ടുള്ള ആളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കഥകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പം EP ജയരാജൻ്റെ വൈദേഹ റിസോർട്ടുമായി ബന്ധപ്പെട്ട വലിയ വിവാദം പുറത്തു കൊണ്ടുവന്നത് തന്നെ EP ജയരാജനെതിരെ പാർട്ടിക്കകത്ത് P ജയരാജൻ എന്ന് പറയുന്ന കണ്ണൂരിലെ CPM നേതാവാണ് ആരോപണം ഉന്നയിച്ചത്. ആ ആരോപണം ഉന്നയിച്ച് വലിയ ചർച്ചയായി, മീഡിയ ചർച്ചയായി, വലിയ പ്രതിഷേധങ്ങളൊക്കെ ആ ഘട്ടത്തിലുണ്ടായി. പക്ഷേ ആ ഘട്ടത്തിൽ പോലും അത്തരത്തിൽ വാർത്തകൾ വന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് ED-യും IT-യും പോയി. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടും ഒന്നിച്ച് വൈദേഹം റിസോർട്ടിലെ മായി ബന്ധപ്പെട്ട പണത്തെക്കുറിച്ചും അതിൻ്റെ കള്ളപ്പണ ഇടപാടിനെ കുറിച്ചൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോൾ ബുദ്ധിമാനായ EP ജയരാജൻ ഈ റിസോർട്ട് നേരെ നിരാമയ എന്ന് പറയുന്ന നമ്മുടെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാര്യയുടെ പേരുള്ള കമ്പനിക്ക് വിറ്റു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഇവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുണ്ട്. ഇപ്പോ ഈ കമ്പനികളിലേക്ക് EP ജയരാജന്റെ കുടുംബത്തിന്റെ പേരിലുള്ള റിസോർട്ട് കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യയുടെ കമ്പനിക്ക് വിറ്റു എന്നുള്ളതൊക്കെ ഒരു നിയമവിരുദ്ധമോ അല്ലെങ്കിൽ രാഷ്ട്രീയ സത്യസന്ധതയില്ലായ്മയാണോ? അല്ലല്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവർ ധാരണയുണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഈ നിരാമയ ട്രസ്റ്റുമായി ഇപ്പം നിരാമയ വൈദേഹ റിസോർട്ട് എന്നാണല്ലോ ഇപ്പം അത് അറിയപ്പെടുന്നത്. ഇപ്പോൾ നിരാമയ ആരുടെ സ്ഥാപനമാണ്? അഞ്ജു ചന്ദ്രശേഖർ എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യയാണല്ലോ. അവരുടെ പേരുള്ള കമ്പനിയുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പൊ ഈ വൈദേഹ റിസോർട്ട് മുമ്പോട്ട് പോകുന്നത്? കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറുമായി EP ജയരാജന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ട് ഈ നിരാമയ്ക്ക് വിറ്റു എന്നുള്ളതാണോ നിങ്ങളുടെ പ്രശ്നം? അതല്ല ഇവർ തമ്മിൽ എന്തോ ബിസിനസ് ബന്ധമുണ്ട് എന്നാണോ? അല്ല ശ്രീ അജിംസെ, രാജ്യത്ത് ഞാൻ പറഞ്ഞു വന്നല്ലോ, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് കമ്പനികളിലേക്ക് IT-യെയും ED-യെയും അയക്കുന്നുണ്ട്. അയച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ അക്കൗണ്ടിലേക്ക് വലിയ രൂപത്തിൽ പണം വരുന്നു. കേരളത്തിൽ EP ജയരാജൻ എന്ന് പറയുന്ന CPM-ന്റെ വൻ മുതലാളിയാണ്. ആ മുതലാളിയുടെ പണം കണ്ടെത്തുന്നതിന് വേണ്ടി ED അയച്ചു. അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോയി. ആ സമയത്താണല്ലോ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJP നേതാവുമായി ബന്ധപ്പെട്ട് ഈ റിസോർട്ടിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനം എടുത്തു. അവർ തമ്മിലുള്ള ഈ ബിസിനസ് ഡീൽ എവിടെ ഉണ്ടായി. ആ ഡീലിന്റെ ഭാഗമായി ഒരു അന്വേഷണവും മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ അജിത് പവാറിനെതിരെ BJP ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. കോടാനുകോടിയുടെ അഴിമതി നടത്തിയ ആളാണ് അജിത് പവാർ എന്ന് പറഞ്ഞു. അജിത് പവാർ ഒരു രാത്രി കൊണ്ട് BJP പാളയത്തിൽ എത്തിയപ്പോൾ എല്ലാ കേസുകളും തേച്ചുമാച്ച് കളഞ്ഞു. അങ്ങനെയാണല്ലോ രാജ്യം നടക്കുന്നത്. അത് കേരളത്തിൽ BJP ലക്ഷ്യം വെച്ചിരിക്കുന്ന EP ജയരാജൻ ലക്ഷ്യം വെച്ചപ്പോൾ EP ജയരാജൻ രാജീവ് ചന്ദ്രശേഖരനിലൂടെ സറണ്ടറായി എന്നുള്ളതാണ്. അപ്പോൾ ആ സറണ്ടറായതിന്റെ ഭാഗമായി അവർ തമ്മിൽ ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് EP ജയരാജൻ കേരളത്തിലെ BJP സ്ഥാനാർത്ഥികളെല്ലാം നല്ല സ്ഥാനാർത്ഥിമാരാണ് എന്നും 2-3 സ്ഥാനാർത്ഥികൾ അതിഗംഭീരന്മാരാണെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? കേരളത്തിൽ
കേരളത്തിൽ BJP ക്ക് 0-0 ഒരു സീറ്റ് പോലും കേരളത്തിൽ ലഭിക്കാൻ പോകുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ BJP BJP CPM തമ്മിലാണ് കേരളത്തിൽ മത്സരമെന്ന് EP ജയരാജൻ എന്ന് പറയുന്ന ഒരു നേതാവിനല്ലാതെ മറ്റാർക്കെങ്കിലും പറയാൻ പറ്റുമോ? എവിടെയാണ് BJPയുടെ സ്ഥാനം എന്ന് ഈ കേരളത്തിലെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് അറിയാലോ. ഈ നാട്ടിലെ ആളുകളിലൊക്കെ BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്നവരാണോ കേരളത്തിലെ ജനങ്ങൾ? അങ്ങനെയാണോ CPM കരുതിയിട്ടുള്ളത്? അപ്പോൾ ഇവിടെ UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം. BJPക്ക് ഈ പണത്തിന്റെ കൊഴുപ്പ് കൊണ്ടും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ചില ആളുകളെ സ്ഥാനാർത്ഥികളാക്കി എന്നതിന്റെ പേരിൽ അതിനകത്ത് തന്നെ ഇപ്പോൾ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വരികയാണ്. CK പത്മനാഭനെ പോലെയുള്ള BJP നേതാവിനെ പരസ്യമായി അനിഷ്ടം പ്രകടിപ്പിച്ചു. നിങ്ങളുടെ ചാനലോട് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന BJPക്കകത്തിന് വലിയ കലഹം നൽകുന്ന ഒരു ഘട്ടത്തിലാണ് EP ജയരാജനെ പോലെ ആളുകൾ BJPക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അതിന്റെ ലക്ഷ്യം എന്താണ്? ഇവിടെ BJPയും ഇവിടെ CPM ആണെന്ന് പറഞ്ഞ് ആരെ സഹായിക്കാനാണ്? ഇവിടെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഇവിടെ സീറ്റ് കുറയില്ലാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. EP ജയരാജന്റെ പ്രസ്താവന MV ഗോവിന്ദനും പിണറായി വിജയനും തിരുത്തിയിട്ടുണ്ട്. EP തന്നെ അത് പറഞ്ഞത് ഞാൻ പ്രവർത്തകരെ ഒന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, ശക്തമായ പോരാട്ടം വേണ്ടി വരുന്ന മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നാണ് പറഞ്ഞത്. എന്ത് മുന്നറിയിപ്പാണ്? ഇവിടെ കേരളത്തിൽ BJPയുടെ സ്പേസ് എന്താണ് ശ്രീ അജിംസൈൻ? നമുക്ക് എല്ലാവർക്കും അറിയാലോ. BJP അത്ര വലിയ ഒരു പാർട്ടിയാണോ കേരളത്തിൽ? പാർട്ടിയാണോ? ഒരു നിയമസഭാ സീറ്റ് പോലും ഇല്ലാത്ത പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരെ 0-ൽ സംപൂജ്യരാക്കി നിൽക്കുന്ന ഒരു നാട്ടിൽ, ഒരു സ്റ്റേറ്റിൽ ഇവിടെ BJPയും CPM തമ്മിലാണ് മത്സരമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നല്ല സ്ഥാനാർത്ഥിമാരാണെന്നുള്ള ഒരു മാൻഡേറ്റ് കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ആരാ കൊടുക്കുന്നത്? K സുരേന്ദ്രനല്ല, ശ്രീധരൻപിള്ളയോ അല്ലെങ്കിൽ BJP കുമ്മനം രാജശേഖരനോ അല്ല. EP ജയരാജൻ എന്ന് പറയുന്നത് LDF-ന്റെ കൺവീനറാണ്. അങ്ങ് കൊടുക്കണമെങ്കിൽ എന്താണ്? സ്വാഭാവികമായിട്ടുള്ള പല കാര്യങ്ങളും. EP ജയരാജന്റെ അവിഹിതമായ സ്വത്ത് സമ്പാദ്യം അദ്ദേഹം മന്ത്രിയായതിനു ശേഷം നിക്ഷേപിച്ചിട്ടുള്ള പണം ഈ റിസോർട്ടിലാണ്. അവരൊക്കെ പറയുന്നത് ഭാര്യമാർ റിട്ടയർ ചെയ്തതിനു ശേഷമാണ് ഞങ്ങൾ ഈ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതെന്ന്. മുഖ്യമന്ത്രിയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ടീച്ചറായി റിട്ടയർ ചെയ്തതിനു ശേഷമാണ് മകള് IT കമ്പനി തുടങ്ങുന്നത്. ഇവിടെ ബാംഗ്ലൂരിൽ ഒരു IT കമ്പനി തുടങ്ങണമെങ്കിൽ എനിക്ക് തോന്നുന്നു 50-60 ലക്ഷം രൂപയായിരിക്കും ചിലപ്പോൾ കിട്ടുക. ആ 60 ലക്ഷം രൂപ കൊണ്ട് ബാംഗ്ലൂർ ഒരു കമ്പനി തുടങ്ങാൻ പറ്റുമോ? IT കമ്പനി തുടങ്ങാൻ പറ്റുമോ? ഏറ്റവും ബാംഗ്ലൂർ ഹൃദയഭാഗത്ത് ഒരു IT കമ്പനി തുടങ്ങണമെങ്കിൽ എത്ര കോടികൾ വേണം? അത് ഭാര്യയുടെ റിട്ടയർ ചെയ്ത പണമാണെന്ന് പറയുന്ന പിണറായി വിജയനേക്കാളും മുമ്പ് EP ജയരാജൻ പറഞ്ഞു, എന്റെ ഭാര്യ സഹകരണ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോൾ ഉള്ള പണം കൊണ്ടാണ് ഞാൻ അത് നിക്ഷേപിച്ചതെന്ന് പറയുമ്പോൾ അതൊന്നുമല്ല. ആ വൈദേക റിസോർട്ടിൽ 1 കോടിക്ക് താഴെയുള്ള നിക്ഷേപം മാത്രമാണോ അവിടെയുള്ളത്? കോടാനുകോടി രൂപയുടെ നിക്ഷേപമില്ലേ? അതുമായി ബന്ധപ്പെട്ടിട്ട് സ്ഥലമെടുപ്പും അതുമായി ബന്ധപ്പെട്ട് അവിഹിതമായ ഇടപെടലും മണ്ണെടുക്കലും പ്രതിഷേധങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിട്ടില്ലേ? എല്ലാം തട്ടിമാറ്റിക്കൊണ്ടല്ലേ റിസോർട്ട് ഉണ്ടാക്കിയത്? ഒരു മന്ത്രി പദവി പോയതിനു ശേഷം റിസോർട്ട് ഉണ്ടാക്കുമ്പോൾ ഇവരുണ്ടാക്കിയിട്ടുള്ള കള്ളപ്പണം, അഴിമതിയുടെ പണമല്ലേ അവിടെ നിക്ഷേപിച്ചത്? അതൊക്കെ അന്വേഷിക്കാൻ മുന്നോട്ട് പോകുമ്പോൾ ജയിലിലേക്ക് പോകും. EP ജയരാജനോട് ചോദിച്ചിട്ടുണ്ടാവും, ജയില് വേണോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കണോ? അങ്ങനെയാണ് ഈ സ്ഥാപനം IT മന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരന് അതുമായി ബന്ധപ്പെട്ട് ഡീല് നടത്തി. അങ്ങനെയുള്ള ബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവർ പറയുന്ന ഒരു ബന്ധമില്ലെങ്കിൽ ഇന്നലെ ഉൾപ്പെടെ ഈ ചിത്രം നമ്മൾ പുറത്തുവിടുകയല്ലേ. ഇതിനകത്ത് നിൽക്കുന്നതാരാ? EP ജയരാജന്റെ ഭാര്യ ശ്രീമതി ഇന്ദിര, അതോടൊപ്പം ജിതിൻ രാജ് മകൻ, അതോടൊപ്പം മച്ചാടോ എന്ന് പറയുന്ന ഈ ഇവരെ കമ്പനി നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തസ്തികയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥനല്ലേ? ഇവരൊക്കെ ഒന്നിച്ചിരിക്കുന്നത് എന്തിനാണ്? ചായ കുടിക്കാൻ പോയതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യത്തിന് പോയതാണോ? ഈ ഡീലുമായി ബന്ധപ്പെട്ടല്ലേ ഈ ഫോട്ടോ ഇങ്ങനെ പുറത്തു വന്നു. അപ്പൊ ഇവർ BJPയും CPM-ഉം തമ്മിൽ എല്ലാ തരത്തിലുള്ള കള്ളക്കച്ചവടവും ഇവിടെ നടക്കുന്നു. ആ കള്ളക്കച്ചവടത്തിന്റെ പേരിൽ കേരളത്തിനകത്ത് BJPക്ക് സ്പേസ് ഉണ്ടാക്കാൻ BJP വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന പിണറായി വിജയന്റെ ആ പാർട്ടി അവർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നു, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്നു. അതിന്റെ ഭാഗമായി പിണറായി വിജയനും ആ ഇമ്മ്യൂണിറ്റിയുടെ പേരിലല്ലേ മുഖ്യമന്ത്രിയെ തുടരുന്നത്? ഏതെങ്കിലും അന്വേഷണം നടത്തിയോ? ഏതെങ്കിലും കേസിനകത്ത് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിലേക്ക് IT പോയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? ഇവർ തമ്മിലെ ഡീലാണ്. പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഇരിപ്പ് വശം വളരെ നല്ല ഇരിപ്പ് വശമാണ്. നല്ല സംരക്ഷിക്കാൻ നരേന്ദ്രമോദിയുള്ള കരുത്തിലാണ് പിണറായി വിജയൻ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ബൽദേവ് സച്ചിദാനന്ദൻ, നിരാമയ എന്ന് പറയുന്ന കമ്പനി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യ അഞ്ജു ചന്ദ്രശേഖരുടെ പേരിലുള്ളതാണ്. അത് കമ്പനി കാര്യ രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. വൈദേകം എന്നു പേരുള്ള ഈ കണ്ണൂരിലെ മൊറാഴയിലുള്ള റിസോർട്ട് EP ജയരാജൻ്റെ ഭാര്യയുടെയും മകൻ്റെയും പേരിലുള്ളതാണ് എന്ന് അന്ന് ഇത് സംബന്ധിച്ച് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ച P ജയരാജൻ ആക്ഷേപം ഉയർത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ കമ്പനി കാര്യ രേഖകൾ പ്രകാരം അത് ശരിയാണ്. അവർക്ക് 2 പേർക്കും അതിൽ ഡയറക്ടർഷിപ്പ് ഉണ്ട്. ഇതേ കമ്പനിയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നോട്ടീസും അതുപോലെ IT ഡിപ്പാർട്ട്മെൻറ്റ് റെയ്ഡും നടന്നു എന്നുള്ളത് വാസ്തവമാണ്. അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിനുശേഷം നിരാമയ എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനി ഇത് ടേക്ക് ഓവർ ചെയ്യുന്നു എന്ന വാർത്തകൾ വന്നതാണ്. ഇപ്പോൾ നമ്മൾ മേക്ക് മൈ ട്രിപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബുക്കിംഗ് ആപ്പിലോ പോയി നോക്കുമ്പോൾ ആ റിസോർട്ടിൻ്റെ പേര് നിരാമയ വൈദേകം റിട്രീറ്റ്സ് എന്നാണ്. അതിനർത്ഥം
നിരാമയ എന്ന ബ്രാൻഡും വൈദേകം എന്ന ബ്രാൻഡും ഒന്നായിക്കൊണ്ടാണ് ആ റിസോർട്ട് നടത്തുന്നത്. അതിനർത്ഥം ഇ.പി. ജയരാജൻ്റെ കുടുംബത്തിന് അവിടെ ബിസിനസ് പങ്കാളിത്തമുണ്ട് എന്നാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പാറ്റേൺ ആണ് ഇവിടെ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. IT റെയ്ഡ് നടക്കുന്നു, ഇവർ ഈ രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ടൈപ്പ് ഉണ്ടാക്കുന്നു. നമ്മൾ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഘട്ടത്തിൽ കണ്ടതാണ്. ഇലക്ട്രൽ ബോണ്ട് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള കമ്പനികളെല്ലാം അതിന് തൊട്ട് മുമ്പ് IT വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ EDയുടെയോ റെയ്ഡിന് വിധേയരായവരാണ്. സമാനമായി സംഭവിച്ചതാണോ ഇത് എന്നൊരു ചോദ്യത്തിന് മറുപടി പറയണ്ടേ? രാജീവ് ചന്ദ്രശേഖറിന്റെ ജുപ്പിറ്റർ ക്യാപിറ്റൽ എന്നാണ് അദ്ദേഹത്തിന്റെ വ്യവസായ സ്ഥാപനങ്ങളുടെ മൊത്തത്തിലുള്ള പേര്. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരുള്ള നിരാമയ റിസോർട്ട്. കേരളത്തിലെ ഏഷ്യാനെറ്റ്, മുംബൈയിലുള്ള റിപ്പബ്ലിക് TV, കന്നഡയിലുള്ള സുവർണ എന്ന TV, ഇതെല്ലാം രാജീവ് ചന്ദ്രശേഖരൻ. അദ്ദേഹം ഒരു കൊച്ചൊരു അംബാനിയാണ്. അങ്ങനെ വലിയൊരു ബിസിനസ് സമ്രാട്ട് നടത്തുന്ന ഒരു മലയാളിയാണ് കർണാടക കേന്ദ്രീകരിച്ച്. ഇവിടുത്തെ പ്രശ്നം ഇതിനകത്ത് ഇ.പി. ജയരാജൻ കുടുംബത്തിനുള്ള ബന്ധം എന്താണ്? ഒന്നാമതായിട്ട് തന്നെ പറയട്ടെ, ഇതിനകത്തുള്ള മൊത്തം അസറ്റ് എന്ന് പറയുന്നത് വൈദേക റിസോർട്ടിലെ 2021 പുറത്തുവിട്ടത് 22 കോടി രൂപയാണ് അതിന്റെ അസറ്റ് മൊത്തം 11 ഏക്കർ സ്ഥലത്ത്. അതിൽ 7.5 കോടി രൂപ ബാങ്ക് ലോണായിട്ട് അവർ കണക്ക് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഇവർക്ക് ഭാര്യയ്ക്കും മകനും കൂടെ ഉണ്ട് എന്ന് പറയുന്നത് 92 ലക്ഷം രൂപയുടെ ഷെയർ ഹോൾഡേഴ്സ് ആണ്. നിരവധി പാർട്ട്ണർമാരിൽ 2 പേരാണ് അത് അവർക്ക് പെൻഷൻ പറ്റിയ. ഇന്നലെ അവർ ബാങ്കിന്റെ സീനിയർ മാനേജറായി. ബാങ്കിൽ ഒരു സീനിയർ മാനേജർ പെൻഷൻ പറ്റിയാൽ 50 ലക്ഷം എന്നല്ലാണ്ട് 1 കോടി രൂപ എടുത്ത് ഇപ്പോൾ പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടും. ആ 92 ലക്ഷം രൂപ അവർക്ക് അതിനകത്ത് ഷെയർ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ 2023 മാർച്ച് മാസം 2-ാം തീയതിയാണ് അവിടെ ആദ്യമായിട്ട് IT റെയ്ഡ് നടന്നത്. ആ IT റെയ്ഡിന് വന്ന ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾ TDSുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള കമ്പനികളിൽ ഇവർ കൃത്യമായി ടാക്സ് റിട്ടേൺസ് കൊടുക്കുന്നുണ്ടോ അറിയാൻ വേണ്ടി നടത്തുന്ന റുട്ടീൻ ചെക്കപ്പ് മാത്രമാണ് എന്ന് അതിന്റെ ഉദ്യോഗസ്ഥർ തന്നെ പത്രക്കാരോട് പറഞ്ഞു. എനിക്കൊന്ന് മീഡിയ വൺ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ ലാബ് പരിശോധിച്ചാൽ അറിയാൻ അവർ വ്യക്തമായിട്ട് പത്രക്കാരോട് പറഞ്ഞതാണ്, ഇത് ഞങ്ങൾ സാധാരണഗതിയിൽ വലിയ വലിയ കമ്പനികൾ നടത്താറുള്ള റുട്ടീൻ ചെക്കപ്പ് മാത്രമാണ്. അതിനുശേഷം അവിടെ വീണ്ടും 2ാമത് മാർച്ച് 15 ഒരിക്കൽ കൂടി അവർ ആ കമ്പനി പരിശോധിച്ചു. അത് തീരുകയും ചെയ്തു. ഇപ്പോൾ ഈ കമ്പനി ശരിയാണ്, നിരാമയ എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ പേരിലുള്ള കമ്പനി ജുപ്പിറ്റർ ക്യാപിറ്റലിന്റെ കീഴിൽ വരും. അവരത് വിലയ്ക്ക് വാങ്ങിച്ചു. അത് പാർട്ട്ണർഷിപ്പ്, അതിന്റെ വ്യക്തത നമുക്കറിയില്ല. ഇവിടെ എനിക്കൊരു പ്രശ്നം, 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, എന്റെ ഭാര്യയുടെ പേര്, ഞാൻ പാർട്ടി പ്രവർത്തനാണ്, എന്റെ ഭാര്യയുടെ പേരിലോ മകളുടെ പേരിലോ റിസോർട്ട് ഉണ്ടെങ്കിൽ അത് വിൽക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടല്ലോ. അത് വാങ്ങിക്കാൻ കൂടുതൽ പണം തരുന്ന ആർക്ക് വേണമെങ്കിലും കൊടുക്കുക. അഥവാ വിറ്റിട്ടോ അതിന്റെ വ്യക്തത നമുക്ക് ഇതിന് പുറത്തു വന്നിട്ടില്ല. നമ്മൾ ഈ ഇരിക്കുന്ന 4 പേർക്കും ഇങ്ങനെയുള്ള നിരാമയ റിസോർട്ടിൽ വൈദേഹം നിരാമയ എന്ന പേര് മാറ്റിയെന്ന കാര്യങ്ങൾ അതിന്റെ രേഖകൾ നമ്മുടെ ആരുടെയും കയ്യിൽ. തീർച്ചയായിട്ടും അത് വിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവർക്ക്. ഒരു പാർട്ടിക്കാരന്റെ ഭാര്യ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ബിസിനസ് ക്ലബിലെ പാർട്ണർ ആകുന്നതിനും പാർട്ടിയിൽ നിന്നും വിലക്കൊന്നുമില്ല. കാര്യം അവരൊരു ഉദ്യോഗസ്ഥയാണ്, അവർ പാർട്ടിയുടെ ആളല്ല, അവർ ഉദ്യോഗസ്ഥയായിരുന്നു. അതിനുശേഷം അവർ ഇങ്ങനെ ഒരു വന്നു. ഇവിടെ പിന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു അന്തർധാര CPM BJP-യുമായിട്ട്. അങ്ങനെയാണെങ്കിൽ CPM-ന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശത്രു BJP-യേക്കാൾ വലിയ ശത്രുവാണ് തൃണമൂൽ കോൺഗ്രസ്. ആ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് അവിടെ കോൺഗ്രസുമായിട്ട് അവിടെ ധാരണയൊന്നുമില്ല, CPM-ആയിട്ട് അവിടെ ധാരണയൊന്നുമില്ല. അപ്പൊ ഇത് ദേശീയ തലത്തിൽ ഇന്ത്യ എന്നൊരു മുന്നണി ഉണ്ടാക്കിയെങ്കിലും പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണി, വിശേഷിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇവിടെ CPM-ഉം കോൺഗ്രസ് തമ്മിലാണ് മത്സരം. പിന്നെ ഇ.പി. ജയരാജൻ പറഞ്ഞ ഒരു കാര്യം, ചില മണ്ഡലങ്ങൾ ചില കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാതെ പോകാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് നമുക്കറിയാം 2 പ്രാവശ്യം അവർ 2ാം സ്ഥാനത്ത് വന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഞാൻ ഉൾപ്പെടുന്ന മുന്നണിയാണ് 3ാം സ്ഥാനത്ത് പോയി. അപ്പൊ നമ്മൾ അവരെ ചെറുതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ പറയുന്ന രീതിയിൽ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കും. അങ്ങനെ അക്കൗണ്ട് തുറക്കാതിരിക്കാൻ ഒരു മുന്നറിയിപ്പാണ് ഇ.പി. ജയരാജൻ ചെയ്തത്. വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്കറിയാം, ആദ്യം അവിടെ തിരുവനന്തപുരത്ത് മത്സരത്തിൽ 12,000 വോട്ടായിരുന്നു വ്യത്യാസം. 2ാം സ്ഥാനത്ത് നിന്ന രാജഗോപാലുമായിട്ടുള്ള വ്യത്യാസം വെറും 12,000 വോട്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കുറെ കൂടെ മാർജിൻ കൂടി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ പലയിടത്തും ഒരു 3 ലക്ഷത്തോടടുത്ത് വോട്ട് ലഭിച്ചിട്ടുണ്ടെന്ന് ചെറുതല്ല, 4-5 മണ്ഡലങ്ങൾ. അപ്പോൾ അവർ കേരളത്തിൽ നിന്ന് ഒരു കാരണവശാലും ഇനി ഇപ്പോഴുള്ള അയോധ്യ സംഭവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവർ ഹിന്ദു അജണ്ട ഉപയോഗിച്ച് ഒരുപക്ഷെ വീണ്ടും ഇവിടെ ഇലക്ഷന് വന്ന് അവർ സീറ്റ് നേടിക്കൊണ്ട് പോകരുത്. അതുകൊണ്ടാണ് BJP-യെ പരമാവധി ശത്രുവായിട്ട്, കോൺഗ്രസിനേക്കാൾ വലിയ ശത്രുവായിട്ട് കണ്ട്, അത് CPM-ന്റെ ആ നയം കറക്റ്റ് തന്നെയാണ്. കോൺഗ്രസിനേക്കാൾ വലിയ ശത്രു BJP തന്നെയാണ്. അതുകൊണ്ട് BJP ഒരു കാരണവശാലും ജയിക്കാൻ പാടില്ല എന്ന സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇ.പി. ജയരാജൻ പല മണ്ഡലങ്ങളിൽ ഇവിടെ CPM അല്ലെങ്കിൽ ഇടതുപക്ഷവും BJP-യും തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്നു എന്ന് പറഞ്ഞ് തെറ്റ് പറയാൻ പറ്റും. അവർ 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലമല്ലേ തിരുവനന്തപുരം മണ്ഡലം. അപ്പൊ അവിടുത്തെ മത്സരം ആര് തമ്മിലായിരുന്നു? അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ, ആ 2ാം സ്ഥാനം പോലും അവർ കിട്ടാതിരിക്കാൻ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം.
അതായത് അത് അദ്ദേഹം തന്നെ ശ്രീ ബൽദേവ്, വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തിരുവനന്തപുരത്ത് കുമ്മനത്തേക്കാൾ ഒ രാജഗോപാലിനേക്കാൾ മിടുക്കനായ സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന അഭിപ്രായം നിങ്ങൾക്കും ഉണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. അങ്ങനെ ഒരിക്കലും ജയിച്ചു പോകരുത് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അത് പിണറായി വിജയൻ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കേന്ദ്രമന്ത്രിയാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമുക്കറിയാം. ദേശീയ തലത്തിൽ BJP അഴിച്ചുവിടുന്ന അങ്ങേയറ്റത്തെ വർഗീയ അജണ്ട, അയോധ്യ പോലുള്ള പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് CAA, ഈ CAA കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. കാര്യം ഒരിക്കൽ അതിനകത്ത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കോൺഗ്രസും മതേതര പ്രസ്ഥാനങ്ങളും മുസ്ലിം സംഘടനകളും BJPക്ക് കൊണ്ട് തലവെച്ചു കൊടുക്കുകയാണ്. BJPയുടെ ലക്ഷ്യം നമുക്കറിയാം. ഈ CAA കൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അതിന്റെ പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കി, ഹൈന്ദവ വർഗീയത ഉണ്ടാക്കി വോട്ട് പിടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്. ഇലക്ട്രൽ ബോർഡിലൂടെ BJPയുടെ ഗ്രാഫ് താഴേക്ക് പോയപ്പോൾ ആ ഗ്രാഫ് മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് മനഃപൂർവ്വമായിട്ട് 2019 പാസ്സാക്കിയ ഒരു നിയമം ഇപ്പൊ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്തത് മനഃപൂർവ്വമായിട്ട് ഇലക്ട്രൽ ബോർഡിലും BJPക്ക് വടക്കേ ഇന്ത്യൻ ചില സംസ്ഥാനങ്ങളിലൊക്കെ ചില തിരിച്ചടിയുണ്ടായി. BJPയുടെ MP ചിലരൊക്കെ കോൺഗ്രസിലേക്ക് ചേർന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിൽ നിന്ന് തലയുയരാനും ശ്രദ്ധ മാറ്റാനുമായിട്ട് അവരിറക്കിയതാണ്. ഞാൻ 2-3 ചർച്ചയിൽ സ്ത്രീയുടെ കാര്യം പറഞ്ഞാണ്. ഒരിക്കലും CAA എന്ന് പറയുന്ന ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഒന്നുമല്ലത്. പക്ഷേ അത് ഇളക്കി വിട്ടത് മനഃപൂർവ്വം BJP ഇവിടെ ഹിന്ദു മുസ്ലിം വർഗീയത ഉണ്ടാക്കി ഹൈന്ദവ ധ്രുവീകരണം നടത്താറുണ്ട്. അതിന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ മറ്റ് പലരും തലവെച്ചു കൊടുക്കുന്നു. അപ്പൊ അത് വെറും ഒരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ്. അപ്പൊ ഇവിടെ നമ്മുടെ മുഖ്യമായ ശത്രു തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിനേക്കാൾ ഉപരി BJP തന്നെയാണ്. പക്ഷെ കേരളത്തിൽ ഏറ്റവും രണ്ട് ശക്തമായി നിൽക്കുന്ന UDF LDF ആണ്. മത്സരം അതുകൊണ്ട് UDF LDF തന്നെയാണ്. പക്ഷെ ചില മണ്ഡലങ്ങൾ EP ജയരാജൻ പറഞ്ഞതുപോലെ ചില അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം തിരുവനന്തപുരമാണ്. അവർ 2 പ്രാവശ്യം അവിടെ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. വളരെ തുച്ഛമായ മാർജിനിലാണ് ആദ്യം തോറ്റത്. അപ്പോൾ അത് അങ്ങനെ ഒരു അപകടം സംഭവിച്ച് കേരളത്തിൽ നിന്ന് ഒരിക്കലും BJPയുടെ ഒരു MP പോകാൻ പാടില്ല. ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഭാര്യ BJP ചിലപ്പോൾ ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്ന സ്ഥാപനമാണ്. ഇത് 2 പേരിലെ ഷെയർ ഹോൾഡേഴ്സ്, നിരവധി ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. ആ ഷെയർ ഹോൾഡേഴ്സ് എടുക്കുന്ന തീരുമാനമാണ് കമ്പനി ആക്ട് അനുസരിച്ച് കമ്പനി വിൽക്കാൻ, അല്ലെങ്കിൽ കമ്പനി മറ്റൊരുമായിട്ടെങ്കിലും മെർജ് ചെയ്യാൻ. പല രീതിയിൽ അവർക്ക് ചെയ്യാം. ഇത് മെർജ് ചെയ്തതാണോ കമ്പനി വിറ്റതാണോ, എനിക്കത് 2 പേരും കൂടെ വരണമെങ്കിൽ ഒരു പക്ഷേ മെർജിങ് ആയിരിക്കും, അല്ലെങ്കിൽ 2 പേരും കൂടെ ഉപയോഗിക്കാൻ പറ്റില്ല. അത് കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ തീരുമാനം അനുസരിച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അനുവാദത്തോടു കൂടിയായിരിക്കണം നടക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഒരു തെറ്റുമില്ല അതിനകത്ത്. ഒരുപക്ഷെ അങ്ങനെ ലയിച്ചിട്ടുണ്ടെങ്കിൽ വൈദേഹം നിരവമായ റിസോർട്ടായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്താണ് അഴിമതി? IT-ക്കാരും ED ഒക്കെ അവിടെ റെയ്ഡ് നടത്തിയല്ലോ. എന്തെങ്കിലും അഴിമതി നടത്തിയായിട്ട് കണ്ടോ? പിന്നെ ഇത് അഴിമതി പണമാണ്. ഇവർക്ക് ആകെയുള്ള ഡെപ്പോസിറ്റ് 92 ലക്ഷം രൂപയാണ്. ഈ 92 ലക്ഷം രൂപ അഴിമതി പണമാണോ? ഒരു സീനിയർ മാനേജർ പെൻഷൻ പറ്റില്ല, അതിൽ കൂടുതൽ പൈസ കിട്ടും. പിന്നെ അവർ സർവീസ് ചെയ്ത കാലത്തോടെ ശമ്പളം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അവരതിന്റെ പാർട്ണറാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന രീതിയിലുള്ള അവിഹിത ബന്ധങ്ങളൊന്നും CPM-ഉം BJP-യും തമ്മിലുള്ള, അത് കോൺഗ്രസിന് ഇപ്പോൾ ഇലക്ഷൻ കണ്ടുകൊണ്ട് കോൺഗ്രസ് പറയാൻ മറ്റ് ആയുധങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയൊക്കെ ഇങ്ങനെ ആരോപിക്കുന്നു എന്നുള്ളതല്ല. ഇതിനകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല. ഇടതുപക്ഷവും BJP-യും തമ്മിൽ യാതൊരു വിധമായ ബന്ധവും. ശരി, അഡ്വക്കേറ്റ് ബലദേവ്. ശ്രീ ഉല്ലാസ്, ഇവിടെ രാജീവ് ചന്ദ്രശേഖറെ പുകഴ്ത്തുകയാണ്, അത് കൊള്ളാവുന്ന സ്ഥാനാർത്ഥിയാണ് എന്ന് മാത്രമല്ല തൃശ്ശൂർ സുരേഷ് ഗോപിയും കൊള്ളാവുന്ന സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നു. ഈ 2 പേരെ പറ്റി പറയുന്നു. മറ്റൊന്ന്, UDF ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ബിസിനസ് ഡീലാണ് എന്നാണ്. രാജീവ് ചന്ദ്രശേഖർ നമുക്കറിയാവുന്ന പോലെ കോടീശ്വരനായ ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് വലിയ സ്ഥാപനങ്ങളുണ്ട്, മാധ്യമ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളുമായി അങ്ങനെ ഒരാൾ എന്തിന് കണ്ണൂരുള്ള ഏതോ ഒരു റിസോർട്ട് വാങ്ങണം, അതുമായിട്ട് മെർജ് ചെയ്യണം എന്നൊരു ക്വസ്റ്റ്യൻ യുക്തിസഹമാണ്. അപ്പോൾ ഈ ഒരു വശത്ത് ED-യും IT ഡിപ്പാർട്ട്മെന്റും പോവുക, മറുവശത്ത് രാജീവ് ചന്ദ്രശേഖരുടെ കമ്പനി അതുമായിട്ട് മെർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു കല്ലടി തോന്നുന്നില്ലേ? തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കതിൽ പ്രത്യേകിച്ച് കള്ളികടിയും തോന്നില്ല. ഞാനതിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനേക്കാൾ ഉപരി ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ അതിനെ കൃത്യമായി വിശകലനം ചെയ്താൽ അജിംസ് അടക്കമുള്ള ആളുകൾ, ബലദേവ് പറഞ്ഞ കാര്യങ്ങൾ അടക്കമുള്ള ആളുകൾ, അതുപോലെ റിജിൽ മാക്കുട്ടി ഒക്കെ അടക്കമുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് വളരെ കൃത്യമായി പറഞ്ഞോട്ടെ, ഒരു വ്യക്തി അയാൾ വ്യവസായം തുടങ്ങി മുന്നോട്ട് പോകുന്ന ഒരാൾ, ഒരു സംരംഭകൻ, അദ്ദേഹം ഏത് ബിസിനസ് ചെയ്യണം, ഏത് ബിസിനസ്സിനെ ഏറ്റെടുക്കണം എന്ന് പറയപ്പെടുന്നത് അവരുടെ ടീം നിശ്ചയിക്കുന്ന പോലെ തന്നെ അവർ ഇഷ്ടപ്പെടുന്ന ബിസിനസ്സിൽ ചെയ്യും. അവർ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റുമായി മുന്നോട്ട് പോകുന്നുണ്ട്, അവർ സർവീസ് സെക്ടറുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ആ സെക്ടറുമായി മുന്നോട്ട് പോകുന്ന സ്ഥലത്ത് ഏതെങ്കിലും കമ്പനി അതിന് മെർജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഓഹരി വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് മേടിക്കാൻ കപ്പാസിറ്റിയും പ്രാപ്തിയുള്ള ഇപ്പുറത്തെ കമ്പനി അത് തയ്യാറാവുകയാണെങ്കിൽ അവർ പരസ്പരം സംബന്ധിച്ച് അത് തീരുമാനമെടുത്ത് അവർ മെർജ് ചെയ്ത് മുന്നോട്ട് പോകും. അതിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ഏറ്റെടുക്കുന്നത് കൊണ്ടോ അത്
കച്ചവടം ചെയ്യുന്നത് കൊണ്ടോ അതൊരു സംരംഭകൻ കൃത്യമായ ശൈലിയിൽ അത് കൃത്യമായി നടപടിയെടുത്ത് കൃത്യമായ രീതിയിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. അതിൻ്റെ പേരിൽ ആ കമ്പനിയുടെ ഓണറുടെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഡയറക്ടറായിട്ടുള്ള ആളുടെ ഹസ്ബൻഡായിട്ടുള്ള അല്ലെങ്കിൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ സ്ഥാപനത്തിൻ്റെ ആളായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ അത് ഇടതുപക്ഷവും അദ്ദേഹവും തമ്മിലുള്ള അന്തർധാരയാണ് എന്ന് ഈ കോൺഗ്രസിൻ്റെ പ്രശ്നം എന്താണെന്ന് പറയുക ജിംസേ, ഇവർക്ക് നയവുമില്ല, നേതാവുമില്ല, തന്ത്രവുമില്ല. ഇവർ കാലത്ത് ഇങ്ങനെ ഇറങ്ങും. CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാര എന്നൊരു വാക്കും പറഞ്ഞ് CPM-കാരെന്താ ചെയ്യണേ, കാലത്ത് ഇവരും ഇറങ്ങും. കോൺഗ്രസും BJP-യും തമ്മിലുള്ള അന്തർധാര. ജിംസ് ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ അതിനുള്ള സന്തോഷം എന്താണെന്നറിയാമോ, BJP കേന്ദ്രീകൃതമായ തെരഞ്ഞെടുപ്പാണ് ഇത്തവണ എന്നുള്ളതിൽ വ്യക്തമാണ് ഇവർ രണ്ടുപേരും കാണിക്കുന്ന ഈ രാഷ്ട്രീയ അഭ്യാസം എന്ന് പറയപ്പെടുന്നത്. ഇവരൊക്കെ ഈ പറഞ്ഞ അഭ്യാസവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കൃത്യമായിട്ടുള്ള 10 വർഷക്കാലത്തെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ആദരണീയ നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ള പ്രവർത്തികളെ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് പോകുന്നത്. ബൽദേവ് നേരത്തെ പറഞ്ഞൊരു കാര്യത്തിന് ഞാൻ കൈയടിച്ചത് ഈ ഇന്ത്യൻ മുസ്ലിംസിനെ ബാധിക്കുന്ന ഒരു കാര്യവുമല്ല എന്ന് അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം നല്ല കാര്യം പറഞ്ഞു, അങ്ങേ അംഗീകരിക്കുന്നു. 2, നിങ്ങൾ പറഞ്ഞു ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു ബിസിനസ്സുകാരനോ ഒരു സംരംഭകനോ ഒരു ബിസിനസ് ചെയ്യുന്നതിനെ എതിർക്കുന്ന രാഷ്ട്രീയ സംഘടനയല്ലെന്നേ BJP സംബന്ധിച്ചിടത്തോളം സംരംഭകർ കൂടുതൽ ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ ബിസിനസ്സുകാർ വളർന്നു വന്നോട്ടെ എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ്. അതിലെന്താ തെറ്റുള്ളത്? അജിംസിന് അതിൽ തെറ്റ് കണ്ടെത്താൻ പറ്റുമോ? ഒരു രാഷ്ട്രീയക്കാരൻ ബിസിനസ് ചെയ്യുന്നതിലൂടെ തെറ്റും നമുക്ക് പറയാനില്ല, കാരണം ഭരണഘടന അവകാശമാണ്. ഉല്ലാസിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഉല്ലാസ്, അങ്ങ് മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ വൈദേകം റിസോർട്ടിനെ കുറിച്ച് CPM എന്ന പാർട്ടിക്കകത്ത്, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഒരു മുതിർന്ന നേതാവായ P. ജയരാജൻ ഇതേക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്നു. പാർട്ടി അതേക്കുറിച്ച് പരിശോധിക്കുന്നു. EP ജയരാജൻ വിശദീകരണം കൊടുക്കുന്നു. അത് ഒരു അഴിമതിയും ഉള്ള പണമല്ല, ഭാര്യയുടെ പെൻഷൻ കാശാണ് എന്ന് പറഞ്ഞു. പാർട്ടിക്ക് സമ്മതമായത് വിട്ടു. നിങ്ങളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നുണ്ടോ? മറ്റൊന്ന്, ഈ IT ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധന റൂട്ടീൻ ചെക്ക് മാത്രമായിരുന്നു അവിടെ? എൻ്റെ പൊന്നു അജിംസേ, ഞങ്ങളത് വിശ്വസിക്കേണ്ട ആവശ്യം എന്താണ്? ഞങ്ങളതിൽ അന്വേഷിക്കേണ്ട ആവശ്യം എന്താണ്? അത് BJP-യുടെ ഡീലൊന്നല്ലല്ലോ. ഞങ്ങൾ ഒരു സംരംഭകൻ, അദ്ദേഹം അത് നോക്കിയിട്ടുണ്ടാവാം, അവരുടെ കമ്പനി അത് നോക്കിയിട്ടുണ്ടാവാം, അവരുടെ ബാലൻസ് ഷീറ്റ് പരിശോധിച്ചിട്ടുണ്ടാവാം, കമ്പനി ആക്ട് പ്രകാരമുള്ള നിയമങ്ങളെല്ലാം പരിപൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് അവർ അന്വേഷിച്ചിട്ടുണ്ടാവാം, അവരത് ഏറ്റെടുത്തിട്ടുണ്ടാവാം. അതിൽ BJP എന്തിനാണ് ഇടപെടുന്നതെന്ന് P. ജയരാജൻ ഉന്നയിക്കുകയോ EP ജയരാജൻ സമ്മതിക്കുകയോ പിണറായി വടിയെടുക്കുകയോ CPM അതിനെതിരെ സമരം ചെയ്യുകയോ അതൊക്കെ അവരുടെ രാഷ്ട്രീയ കാര്യമല്ലേ? ഒരു സംരംഭകൻ അത് ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം നോക്കി. അതിലെന്താ വിഷയമുള്ളത്? അല്ല റജിൽ മാക്കുട്ടി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രീ അജിത്, ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഞങ്ങൾ വളരെ കൃത്യം, നിങ്ങൾ എന്താ പറഞ്ഞത്? അല്ല റജിൽ മാക്കുട്ടി, നിങ്ങൾ 8 മിനിറ്റ് നേരെ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടോ? നിങ്ങൾ അത് കഴിഞ്ഞ് ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയാം. ഞാൻ ചോദിക്കാം. നിങ്ങൾ പറഞ്ഞു EP ജയരാജന്റെ കമ്പനി വിറ്റതുമായി ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, പിന്നെ എന്തിനാണ് നിങ്ങളെ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ EP ജയരാജന്റെ റിസോർട്ടിലേക്ക് മാർച്ച് നടത്തി പോലീസുമായി ഏറ്റുമുട്ടിയത് എന്തിനു വേണ്ടിയാ? നിങ്ങൾ എന്തിനാ അന്ന് നിങ്ങൾ ഈ പറഞ്ഞ ന്യായമെല്ലാം പറഞ്ഞത്? ആ ലാത്തിച്ചാർജ് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഉല്ലാസ്, എന്റെ ചോദ്യത്തിന് ഉന്നവാദമായിരുന്നു. അന്ന് വൈദേകം റിസോർട്ടിനെതിരെ രംഗത്തിൽ BJP ഉണ്ടായിരുന്നു. ഉല്ലാസ്, അതാണ് എന്റെ പ്രശ്നം. എൻ്റെ അജിംസ, ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം വളരെ വളരെ കൃത്യമല്ലേ? ഞാൻ ഡയറക്റ്റ് മറുപടിയല്ലേ പറയുന്നേ. EP ജയരാജൻ എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തിൻ്റെ സ്ഥാപനമോ ആ സ്ഥാപനത്തിൽ നിയമവിരുദ്ധമായ പ്രവർത്തനമുണ്ട് എങ്കിൽ BJP സമരം ചെയ്യും. അതിൽ വളരെ വ്യക്തമല്ലേ? BJP-യും അവരും തമ്മിൽ അന്തർധാരയില്ല എന്ന് അജിംസിനും ഈ പറയുന്ന റജിൽ മാക്കുറ്റിക്കൊക്കെ വ്യക്തമല്ലേ? പിന്നെ മറ്റൊരു കമ്പനി ഏറ്റെടുത്തുമായി BJP-ക്ക് ബന്ധമുണ്ടെന്ന് വെച്ചാൽ അത് BJP-യുടെ കമ്പനി അല്ലല്ലോ. ഏറ്റെടുത്ത ആളുകൾ അത് കൃത്യമായി അന്വേഷിച്ചിട്ടുണ്ടാവും. അതിനകത്ത് ചിരിക്കാനുള്ളത്? അതിനകത്ത് അത് വിട്ടിട്ട് അജിംസ് BJP-യുടെ കമ്പനിയാണെന്നല്ല, BJP-കാരനായ ഒരു MP, BJP-കാരനായ ഒരു കേന്ദ്രമന്ത്രി, അദ്ദേഹത്തിന്റെ കമ്പനിയാണ്. BJP കേന്ദ്രീകൃതമാണ്. BJP-കാരനായ ഒരു കേന്ദ്രമന്ത്രിയുടെ കമ്പനിയാണ്. അതിനിപ്പോ എന്താ കുഴപ്പം? ഒരു ഞാൻ ചോദിച്ചോട്ടെ, ഒരു കേന്ദ്രമന്ത്രിക്കോ ഒരു MP-ക്കോ ഇന്ത്യ മഹാരാജ്യത്ത് ബിസിനസ് നടത്താൻ പാടില്ല, ഒരു സംരംഭം നടത്താൻ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചതായിട്ട് അജിംസ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അത് ശരിയാണോ? നിയമപരമായിട്ട്
ആ സ്ഥാപനം ഏറ്റെടുക്കുന്നതിൽ നിയമപരമായിട്ട് ഒരു വഴിവിട്ട കാര്യങ്ങൾ ആ സ്ഥാപനം ചെയ്തിട്ടുണ്ട് എന്ന് അജിംസ് പറയുകയാണ് എങ്കിൽ BJP അതിനകത്ത് ശക്തമായി ഈ ചോദ്യങ്ങൾ ഉയർന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം ഉല്ലാസ്. ഒരു നിമിഷം ഉല്ലാസ്. ഈ ചോദ്യം ഉയരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് അറിയാം. ഒരു നിമിഷം ഉല്ലാസ്. ഈ ചോദ്യം ഉയരാനുണ്ടായ സാഹചര്യം സാന്റിയാഗോ മാർട്ടിൻ, മേഘ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കമ്പനികളിൽ കഴിഞ്ഞ 3-4 വർഷമായിട്ട് നിരന്തരം ED IT റെയ്ഡുകളായിരുന്നു. അവരാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടി BJPക്ക് സംഭാവന ചെയ്തത്. അപ്പോൾ ഇവിടെയും ഒരു IT റെയ്ഡ് ഇറക്കുന്നു, ഒരു ED നോട്ടീസ് വരുന്നു, കേന്ദ്രമന്ത്രിയുടെ കമ്പനിയുമായി മെർജ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ ഇങ്ങനെ തൊണ്ട തുറാതെ വിഴുങ്ങണം ആളുകൾ. അല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അജണ്ടയും നിങ്ങൾക്കതിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് തോന്നുന്നത് കുഴപ്പമില്ല. നിങ്ങൾക്ക് BJP ജയിക്കരുത് എന്ന് അജണ്ട വെച്ച് നടക്കുന്ന ഒരു ആളുകളാണ്. നിങ്ങൾക്കതിനകത്ത് എന്താണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ പുറകെ നിങ്ങളൊക്കെ ഓടാൻ കാരണം? അദ്ദേഹം കേരളത്തിൽ വിജയത്തിലേക്ക് പോകുന്നു എന്ന ഭയമാണ് അജിംസെ നിങ്ങൾ ഇതിൻ്റെ പുറകെ ഓടുന്നതും സതീശൻ ഇതിൻ്റെ പുറകെ ഓടുന്നതും. നിങ്ങൾ ആദ്യം സുരേഷ് ഗോപിയുടെ പുറകെ ഓടി, അദ്ദേഹം ജയിക്കുമെന്നുള്ള ഭയമാണ് അജിംസെ. ഇനി നിങ്ങൾ V മുരളീധരൻ്റെ പുറകെ ഓടും. ഇനി ഓരോ ദിവസവും നിങ്ങൾ BJPയുടെ സ്ഥാനാർത്ഥികളുടെ പുറകെ ഓടും. കാരണം എന്താ അറിയോ, BJP കേന്ദ്രീകൃതമായ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP ജയിക്കുമെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്കൊക്കെ ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ BJP സ്ഥാനാർത്ഥികളുടെ പുറകെ പോയിട്ട് ഇങ്ങനെ ഓടി നടന്ന് പരതുന്നത്. നിങ്ങൾ ഓരോ ദിവസവും പുതിയത് കൊണ്ടുവന്ന് പിന്നെ സാന്റിയാഗോ മാർട്ടിൻ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത DMK കാണുന്നു. DMKയുടെ പൈസയിൽ 20 കോടി രൂപ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മേടിച്ച് കഴിച്ച ചരിത്രമൊന്നും നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ നമുക്ക് ഇലക്ട്രൽ ബോണ്ട് ചർച്ച ചെയ്യാം. ഞങ്ങളുടെ പാർട്ടി ഇലക്ട്രൽ ബോണ്ടിൽ കൃത്യമായി പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്നും ആ പൈസ കൃത്യമായി SBIക്ക് രേഖകളുണ്ട് എന്നുള്ളതും ഞങ്ങളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനകത്തും ഇൻകം ടാക്സിനകത്തും വളരെ അത് പച്ച യാഥാർത്ഥ്യമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഞാൻ ചോദിച്ചോട്ടെ, 7,000 കൊടുത്തോണ്ടാണ് ഇപ്പോൾ സാന്റിയാഗോ മാർട്ടിന് കാശ് വാങ്ങി നിങ്ങൾ പറയുന്നത്. BJP കണക്ക് കൊടുത്തോ? അല്ല അജിംസെ ഒരു സംശയം വേണ്ടെന്ന് SBIയിൽ ടോക്കൺ നമ്പർ മേടിച്ചിട്ടുള്ളതല്ലേ ഇലക്ട്രൽ ബോണ്ട്? അത് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇന്ന് ചൂറിലെടുത്തത്. ഇന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചൂറിലെടുത്തത് അതുകൊണ്ടാണല്ലോ. എന്താ നിങ്ങൾക്ക് ആ നമ്പർ വേണമെന്ന് പറഞ്ഞാണ് ചൂറിലെടുത്തത്. അല്ല, BJPക്ക് ഇതിൽ എന്താ മൂടി വെക്കാനുള്ള? അജിംസ് ഒരു കാര്യം ചോദിക്കാനുള്ള ധൈര്യമുണ്ടോ? അജിംസെ ഞാനൊന്ന് മറുപടി അങ്ങോട്ട് പറഞ്ഞു തരട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ബാങ്കിൽ വന്ന അക്കൗണ്ടാണ് എന്നുള്ള യാഥാർത്ഥ്യമാണല്ലോ അജിംസിനും അറിയാമല്ലോ. ആ കാര്യങ്ങൾ ടോക്കൺ നമ്പറിൽ ആർക്കൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി SBI സബ്മിറ്റ് ചെയ്യും. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനിൽ കൊടുക്കേണ്ടത് ഞങ്ങളത് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും ഒരു പ്രയാസവുമില്ല. രണ്ടാമത്തെ കാര്യം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അജിംസ് ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ഇവർ ഇലക്ട്രൽ ബോണ്ടിനെതിരെയും അതും ഇതൊക്കെ കിടന്ന് ഇങ്ങനെ വട്ടം തിരിയുന്നുണ്ടല്ലോ. ഒരു 7 കൊല്ലമായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് അവിടെ ഇവിടെയൊക്കെ പുള്ളിയാങ്കുത്തി പോലെ ഇവരുണ്ട്. ഈ കേരളത്തിൽ ഇവർ ഭരിക്കുന്നുമുണ്ട്. ഇവർ വാങ്ങിച്ച റെസീറ്റ് പിരിവിൻ്റെ കണക്ക് ഒരെണ്ണം ഇവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? കള്ളപ്പണം അങ്ങനെ ഒഴുകി കൊണ്ടുപോയിട്ട് പാർട്ടിയിലേക്ക് മേടിച്ച ചരിത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി മാധ്യമ ചർച്ച നടത്തിയവരല്ലേ നിങ്ങൾ? പിന്നെ ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇവർ ഇവരുടെ ഇലക്ട്രൽ ബോണ്ടിനെ ഇവരെ എതിർക്കുന്നുണ്ടോ? ഇവർ മേടിച്ച് വെച്ചിട്ടുള്ള ചെറിയ സംവിധാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് 20,000 കോടി രൂപയോളം പാർട്ടികളിലേക്ക് വരുന്നത് ട്രാൻസ്പാരൻസിയോടുകൂടി വൈറ്റ് മണി ആക്കിക്കൊണ്ട് കൃത്യമായിട്ട് അത് വന്നു. അതിൽ BJP ഒഴിച്ച് ബാക്കി സംഘടനകൾ 14,000 കോടി രൂപ മേടിച്ചിട്ടുണ്ട്. BJP 6,000 കോടി രൂപ BJPക്കും കിട്ടിയിട്ടുണ്ട്. BJP അധികാരത്തിൽ 303 MP-മാരും 10,300 MLA-മാരും ഉള്ള സംഘടനയാണെന്നൊക്കെ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നതാണ്. അതിൻ്റെ റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തിനാണ് BRS-നും BJD-ക്കും അല്ലെങ്കിൽ മറ്റേ DMK-ക്കും തൃണമൂൽ കോൺഗ്രസിനൊക്കെ എത്ര അധികം പൈസ കിട്ടിയെന്നുള്ള ചർച്ചയിലേക്ക് പോകണമെങ്കിൽ 2 മണിക്കൂർ നമുക്ക് ചർച്ച ചെയ്യാം. ഞങ്ങൾക്കിതിലൊന്നും ഭയമില്ല ജിംസെ. നിങ്ങൾ മണിപ്പൂർ കൊണ്ടുവന്നു, നിങ്ങൾ കർഷക സമരം കൊണ്ടുവന്നു, നിങ്ങൾ CAA കൊണ്ടുവന്നു, നിങ്ങൾ മറ്റേ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടു. നിങ്ങളിങ്ങനെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് റെയിൽവേ വികസനമായിക്കോട്ടെ, പാലമായിക്കോട്ടെ, തോടായിക്കോട്ടെ, IT സെക്ടർ ആയിക്കോട്ടെ, IT ഹബ്ബുകളായിക്കോട്ടെ, സ്മാർട്ട് സിറ്റി ആയിക്കോട്ടെ, ഇൻ്റർനാഷണൽ തലത്തിൽ ഇന്ത്യയെ പിടിച്ചുയർത്തിയ കാര്യമായിക്കോട്ടെ, ഇക്കണോമിക് സംവിധാനത്തിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, ഞങ്ങൾ കൃത്യമായിട്ട് ഓരോ പദ്ധതികൾ അവതരിപ്പിച്ച് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിച്ചതിൻ്റെ പരിപൂർണമായി വിജയിച്ചതിൻ്റെ കണക്ക് ജനകീയ കോടതിയിൽ നിരത്തിക്കൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുക. ഈ കോൺഗ്രസ് പാർട്ടിയുടെ ആളുകൾ വലിയ സഖ്യം ഉണ്ടായല്ലോ, ഇന്ത്യ സഖ്യം. ഈ സഖ്യം എവിടെയുള്ളൂ? കർണാടകയിൽ നിങ്ങളുടെ കൂടെ JDS ഇപ്പോൾ ഉണ്ടോ?
നിങ്ങളുടെ ആന്ധ്രയിലെ നിങ്ങളുടെ കൂടെ ഇപ്പോൾ എത്ര പേരുണ്ട്, നിങ്ങളുടെ ഒറീസയിലെ, നിങ്ങളുടെ ബംഗാളിലെ ഇവരുടെ സഖ്യത്തിൻ്റെ കഥയൊക്കെ ചരിത്രം പറഞ്ഞ് കിടക്കുമ്പോൾ ആ സഖ്യം ഒന്ന് വിജയിപ്പിക്കാൻ പോലും പ്രാപ്തിയില്ലാത്ത സംവിധാനമല്ലേ. ഈ ഇടതുപക്ഷത്തിൻ്റെ പിണറായി വിജയൻ വയനാട് പ്രസംഗിച്ചില്ലേ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ എന്താ പറഞ്ഞത്? കൃത്യമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ഒരു ഭംഗ്യന്തരേണ പറഞ്ഞ് അവസാനിപ്പിച്ചില്ലേ? എന്താ ഉണ്ടായത്? അപ്പോൾ BJP ഇവർ രണ്ടുപേരും ഭയപ്പെടുന്നുണ്ട്. റെജിൽ വാക്കുട്ടിയുടെ പാർട്ടിയും പിണറായി വിജയൻ്റെ പാർട്ടിയും ബലദേവ് അംഗീകരിക്കുന്ന ഇടത് രാഷ്ട്രീയ സംവിധാനമൊക്കെ BJPയെ ഭയപ്പെടുന്നു. ഞങ്ങൾ കോൺഗ്രസിനെയും ഭയപ്പെടുന്നില്ല, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭയപ്പെടുന്നില്ല. ഞങ്ങൾക്ക് രണ്ടു പേരുടെയും വോട്ടുകളല്ല, ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് ജനങ്ങളോടാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനകീയ കോടതിയിൽ ഞങ്ങൾ ചെയ്യുന്നു പറയുന്ന തെറ്റുകൾ എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ എടുത്ത് വീശുന്നേ. ആ വീശിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റുകളുമായിട്ട് ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യം ഭരിച്ച നരേന്ദ്രമോദി 3ാം തവണയും അധികാരത്തിൽ കയറുമ്പോൾ അജിംസ് അടക്കമുള്ള ആളുകൾ അത് വായിക്കേണ്ടി വരും. കേരളത്തിൽ എത്ര സീറ്റ് കിട്ടും ഉല്ലാസ്? അജയ്യനായി കേരളത്തിൽ നിന്ന് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. കഴിഞ്ഞ ഒരു ചർച്ചയിൽ ഇവിടെ മീഡിയ വണ്ണിൽ വന്നവർ ഞാൻ പങ്കെടുത്ത സമയത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി പറഞ്ഞു, മോഡി ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലേക്ക് വരിക, നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ വരുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വരണമെങ്കിൽ ഇവരുടെ തിട്ടൂരം വേണോ? നിങ്ങളോട് ആരുടെയും ചോദിക്കണോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ കൃത്യമായി വന്നിട്ട് പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയപ്പെടുന്ന വലിയ കോൺസെപ്റ്റാണ്. എൻ്റെ രാജ്യം വളരുമ്പോൾ ആ രാജ്യത്തിനൊപ്പം കേരളവും ഉണ്ടാവണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വപ്നം കാണുന്ന കേരളം മാത്രം മതി എന്നുള്ളതല്ല. എൻ്റെ രാജ്യം വളരുമ്പോൾ അതിനൊപ്പം കേരളവും ഉണ്ടാകണം. അപ്പോൾ കേരളത്തിൽ നിന്നും MP-മാർ എഴുതി വെച്ചോളൂ കേട്ടോ, MP അല്ല, MP-മാർ ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് കേരളത്തിൽ നിന്ന് BJPയുടെ താമര ചിഹ്നത്തിൽ വിജയിച്ച NDAയുടെ വിവിധ രാഷ്ട്രീയ സംഘടനകളടക്കമെന്നുള്ള സഖ്യകക്ഷികൾ വിജയിച്ച ആളുകൾ കേരളത്തിൽ നിന്ന് പോകും. ആ പോകുന്ന ചരിത്രം നമുക്ക് 4-ാം തീയതി ചർച്ച ചെയ്യാലോ, അധികം ദിവസമൊന്നുമില്ലല്ലോ, കുറച്ച് ദിവസം കൂടെ അല്ലല്ലോ. അന്ന് തന്നെ വിളിച്ചു. ഞാൻ ഉല്ലാസി പറയുന്നത് ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നത്. നമുക്ക് 4-ാം തീയതി അതിഥികളിലേക്ക് തിരികെ. ശ്രീ റിജിൽ മാക്കുറ്റി, നിങ്ങൾക്ക് ഭയമാണ്, നിങ്ങൾക്ക് മാത്രമല്ല CPM-നും ഭയമാണ്. അതുകൊണ്ട് നിങ്ങൾ BJP എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വേറെ ഒന്നും നിങ്ങൾക്ക് പറയാനില്ല. BJP മുന്നോട്ട് വയ്ക്കുന്ന വികസന ആശയത്തെ വിമർശിക്കാനോ അവർ ചെയ്തു നിങ്ങൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് പറയാനോ തയ്യാറാവാതെ ഈ CPM BJP ബാന്ധവമെന്ന് നിങ്ങൾ ആവർത്തിക്കുന്നത് നിങ്ങൾക്ക് ഭയമായതാണ്, തോൽവി ഭയന്നുകൊണ്ടാണ് എന്നാണ് ഉല്ലാസിൻ്റെ ആരോപണം. ശ്രീ അജിംസ് ആദ്യം തന്നെ പറയട്ടെ, BJP നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് വരും 35ൻ്റെ കണക്കും അതോടൊപ്പം തന്നെ MP-മാരുടെ വലിയ കണക്കൊക്കെ പറയൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കണ്ടില്ലേ, 35ൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റായി വന്ന് ബാക്കി ഞങ്ങൾ കേരളം പിടിക്കുമെന്ന് പറഞ്ഞു. കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസും MLA ഓഫീസും തുറന്ന പാർട്ടിയാണ്. അവരുടെ ഒരു ഭൗതിക നിലവാരത്തിലെന്ന് നമുക്കറിയാം. അതുപോലെ തള്ളാൻ ഒരു പ്രശ്നവുമില്ല. കേരളത്തിനകത്ത് റിസൾട്ട് വന്ന 0-ന് 0 ഒരു സീറ്റ് പോലും, ഒരക്ക സീറ്റ് പോലും BJP കേരളത്തിൽ കിട്ടില്ല. അത് തർക്കമില്ലാത്ത കാര്യമാണ്. അതിനകത്ത് BJP-ക്കാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ രൂപത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ പറയും. സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ ആണ് കുഴൽപ്പണമായി വന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരുടെ സംസ്ഥാന പ്രസിഡന്റിനെ കുഴൽപ്പണം കടത്തുന്ന കേസുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ അത് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ് നമുക്കറിയാം. അതുകൊണ്ട് BJP പച്ച തൊടില്ല കേരളത്തിൽ. രാജ്യത്തെമ്പാടും BJP-ക്കെതിരെയുള്ള വലിയ രൂപത്തിൽ പ്രതിഷേധമുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഈ അഹങ്കാരം ഉണ്ടല്ലോ, നിങ്ങൾ ഈ ധിക്കാരം ഉണ്ടല്ലോ, നിങ്ങൾ ഈ രാജ്യം ഭരിച്ചതിന് ശേഷം പറഞ്ഞു ഇന്ത്യ ഷൈനിങ്. ആ ഷൈനിങ് എന്തായി എന്ന് നമുക്കറിയാം. 10 വർഷം ഭരിച്ചു. ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങൾക്കെതിരാണ്. നിങ്ങളിപ്പോൾ കർഷക പ്രക്ഷോഭം, കർഷകന്മാർ രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്നു. അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ആ കർഷകന്മാർ നിങ്ങൾക്കെതിരെ സമരം ചെയ്യുമ്പോൾ അവരെ വെടിവെച്ച് കൊല്ലുകയാണ്. പക്ഷേ നിങ്ങൾ അദാനിക്കും അംബാനിക്കും കൊടുക്കുന്ന പണം എത്രയാണ്? 5000 കോടി രൂപയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് അദാനിക്ക് കൊടുത്തത്. 77,000 കോടി രൂപ LIC-യിൽ നിന്ന് നിങ്ങൾ അദാനിക്ക് കൊടുത്തത്. രാജ്യത്തെ കർഷകന്മാർക്ക് കൊടുത്തു. അത് രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടൂലേ? മണിപ്പൂർ നിങ്ങൾ നിസ്സാരമായി തള്ളി. പാവപ്പെട്ട ഒരു സമൂഹത്തിൽപ്പെട്ട ആളുകളെ മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തി കലാപത്തിന് നേതൃത്വം കൊടുത്ത സർക്കാരിന്റെ ഭാഗമായി നിങ്ങളുടെ സർക്കാരല്ലേ? അവിടെ ക്രിസ്തീയ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നത് നിങ്ങളുടെ സർക്കാരിന്റെ പിന്തുണയോടുകൂടിയല്ലേ? എന്നിട്ട് നിങ്ങൾ മണിപ്പൂർ പ്രശ്നമില്ല. കാരണം നിങ്ങൾക്ക് വംശീയ കലാപം ഉണ്ടാക്കി ആളുകളെ ഭയപ്പെടുത്തി തന്നെയാണ് നിങ്ങൾ അധികാരം പിടിച്ചത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് BJP-യുടെ നേതാവ് കേരളത്തിൽ വന്ന് വലിയ വായിൽ വർത്തമാനം പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, CK പത്മനാഭൻ എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവിനെ നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബോധ്യപ്പെടുത്തുക. എന്നിട്ട് പറ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇതിനകത്ത് വരുന്ന ആളുകളെ കുറിച്ചൊക്കെ നിങ്ങൾ സീറ്റ് കൊടുത്തൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് BJP-ക്കാരന് അധികം നികളിക്കണ്ട. പക്ഷേ
ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ BJP ജയിപ്പിക്കാൻ CPM കരാറെടുത്ത പോലെയാണ്. ഒരു കാര്യം അജിംസ ഞാൻ പറയട്ടെ, വടകര പാർലമെന്റ് മണ്ഡലത്തിൽ അവിടെ ശ്രീ K മുരളി സ്ഥാനാർത്ഥിയാകാം എന്നതിന് മുമ്പ് തന്നെ 6 മാസം മുമ്പ് BJPയുടെ ഉത്തരവാദപ്പെട്ട സംസ്ഥാന സെക്രട്ടറിക്ക് ചാർജ് കൊടുത്ത് കൃത്യമായി വോട്ട് മറിക്കണം എന്നുള്ള തീരുമാനം അവിടെ എടുത്തിരുന്നു. അവിടെ ആ തീരുമാനം അട്ടിമറിക്കപ്പെട്ടത് അവിടെ മുരളീധരനെ പരാജയപ്പെടുത്താനുള്ള ധാരണയുണ്ടായിരുന്നു. ശൈല ടീച്ചർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കണ്ണൂർ ജില്ലയിലെ RSSന്റെ പ്രമുഖനായ നേതാവിന്റെ പിൻബലത്തിൽ ചർച്ച നടത്തിയാണ് ശൈല ടീച്ചർ വടകരയിൽ മത്സരിപ്പിക്കുന്നത്. മാത്രമല്ല ഈ നമ്മുടെ പിന്നെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ അതിന്റെ അക്ഷത സ്വീകരിച്ചത് ശൈല ടീച്ചറുടെ ഭർത്താവാണ് എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ മാത്രമല്ല ശൈല ടീച്ചർ ഇവരെ എല്ലാ തരത്തിലും സഹായിച്ചിട്ടുണ്ട്. പാലത്തായിലെ പെൺകുട്ടിയുടെ കേസ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കേസിനകത്ത് അന്നത്തെ ആ കൂത്തുപറമ്പിന്റെ MLA ആയിട്ടുള്ള ശൈല ടീച്ചർ, മന്ത്രിയായ ശൈല ടീച്ചർ ആ കുട്ടിയോടൊപ്പം അല്ല നിന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇവരുടെ ബാന്ധവം കൃത്യമാണ്. ആ ബാന്ധവത്തിന്റെ ഭാഗമായി ഈ പല ഘട്ടത്തിലും, കാരണം ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക, ഇവിടെ നേരിട്ട് ചെയ്യാൻ പറ്റാത്തത് ഇവരെ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് മറച്ചു കൊടുക്കുക എന്നുള്ളത് തീരുമാനമാണ്. അത് യഥാർത്ഥത്തിൽ തൃശ്ശൂരും തിരുവനന്തപുരത്തും മത്സരിക്കുന്ന CPI സ്ഥാനാർത്ഥിമാരാണ്. അപ്പൊ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് വോട്ട് വാങ്ങി ജയിപ്പിക്കാനുള്ള ധാരണ ഇതിനകത്തുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ടാണ് EP ജയരാജൻ എത്ര പുണ്യവൽക്കരിച്ചുകൊണ്ടാണ് BJP നേതാവ് ന്യായീകരിക്കുന്നത്. ഈ EP ജയരാജന്റെ ഈ വിഷയം വന്നപ്പോൾ കള്ളപ്പണം വെളുപ്പിച്ച് ആയുർവേദ റിസോർട്ട് ഉണ്ടാക്കിയപ്പോൾ അതിന്റെ പേര് സമരം നടത്തിയവർ യുവമോർച്ചക്കാരായിരുന്നു. അന്നെന്തേ ആ യുവമോർച്ചക്കാർക്ക് ആ ആവേശം എന്താ ഇപ്പം EP ജയരാജൻ ഇത് പറയാത്തത്? കാരണം എന്താ? EP ജയരാജൻ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് BJPയുടെ നേതാവായിട്ടുള്ള കേന്ദ്രമന്ത്രിയുടെ കമ്പനിയുമായി കൊളാബറേറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ സ്ഥാപനവുമായി മുമ്പോട്ട് പോകുന്നു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ഇവർക്ക് തള്ളാൻ പറ്റില്ല. അപ്പോൾ EP ജയരാജൻ നല്ലവനാണ്, പുണ്യവാളനാണ്, EP ജയരാജൻ നല്ല കമ്മ്യൂണിസ്റ്റ് ആണ് എന്നുള്ള രൂപത്തിലേക്ക് എത്തിയതല്ലേ? ഉളുപ്പുണ്ടോ ന്യായീകരിക്കുന്നതിന്? ഞങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നത്? ഇവരൊക്കെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ ഭാഗമായി തന്നെയല്ലേ ഇപ്പൊ ഇവര് പറയുന്നത് ഞങ്ങൾക്ക് ഇത്ര പണം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ വാങ്ങിയ പണം. ഏത് വർത്താനം? പിന്നെ ഈ നിങ്ങളുടെ വിഭജന സംഘടന ഉൾപ്പെടെ അവിടെ സമരം നടത്തിയിട്ടില്ലല്ലോ. EP ജയരാജന്റെ റിസോർട്ട് അനധികൃതമാണെന്ന് പറഞ്ഞ് സമരം നടത്തിയിട്ടല്ലോ. ഇപ്പൊ EP ജയരാജൻ റിസോർട്ട് നിയമപരമാണ്. നിങ്ങൾ IT-യുടെയും ED-യുടെയും ഇൻവെസ്റ്റിഗേഷൻ അവിടെ പോയില്ലേ? അവർ അന്വേഷിച്ചില്ലേ? എന്തുകൊണ്ട് ആ തുടർ അന്വേഷണം നടക്കാതെ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന BJPയുടെ വ്യവസായിയായ കേന്ദ്രമന്ത്രി, BJPയുടെ വ്യവസായിയായ കേന്ദ്രമന്ത്രി ആ സ്ഥാപനം ഏറ്റെടുത്തുമായി ബന്ധപ്പെട്ടല്ലേ അന്വേഷണം നടക്കാത്തത്? എന്താ EP ജയരാജന്റെ പണം? ഇവിടെ ഇടതുപക്ഷ നിരീക്ഷകൻ പറഞ്ഞു അവർക്ക് 1 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ ബാങ്കിൽ നിന്ന് DGM-ആയി റിട്ടയർ ചെയ്താക്കുമ്പോൾ 1 കോടി കിട്ടിയിട്ടില്ല. 1 കോടി രൂപ ഒരിക്കലും ഇന്നിരക്ക് റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടിയില്ല. ഞാൻ ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പണം കിട്ടിയത്? ആ പണം കിട്ടിയതിന്റെ മുഴുവൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്നവരല്ലേ? ഈ കേവലം ഈ പിന്നെ റിട്ടയർ ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് മാത്രം അവിടെ ഒരു കമ്പനി തുടങ്ങാൻ പറ്റും, ഒരു റിസോർട്ട് തുടങ്ങാൻ പറ്റുമോ? അതിനകത്തുള്ള ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ആളുകളാരാ? അതിനകത്ത് തന്നെ ആ റിസോർട്ടുമായി ബന്ധപ്പെട്ട RK രമേശ് എന്ന് പറയുന്ന തലശ്ശേരിയിലെ പ്രധാനപ്പെട്ട ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമ, അയാളുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടായിട്ടില്ലേ? EP ജയരാജന്റെ മകൻ അത് മുഴുവൻ വിഴുങ്ങാൻ നോക്കുമ്പോഴല്ലേ ഈ വിഷയം വന്നത്? അയാളാണല്ലോ ഈ മുഴുവൻ രേഖകളും ആർക്ക് കൊടുത്തത്? P ജയരാജൻ കൊടുത്തത്. P ജയരാജൻ CPM-ന്റെ അകത്തുള്ള തർക്കം, ജയരാജന്മാർ തമ്മിലുള്ള തർക്കം, ആ തർക്കത്തിനകത്ത് P ജയരാജൻ ഒതുക്കിയത് EP ജയരാജനാണെന്ന് കൃത്യമായി ബോധ്യം വന്നു. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടപ്പോൾ ഒരു കാരണം കൂടാതെ ഈ P ജയരാജനെ മാറ്റി. ആ ഭാഗത്തിന്റെ അതിന്റെ പിറകിൽ നിന്നത് EP ജയരാജനാണെന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലല്ലേ RK രമേശ് എന്ന രേഖകൾ വാങ്ങിക്കൊണ്ട് P ജയരാജൻ പാർട്ടിക്കകത്ത് ഈ കാര്യം പുറത്തുവിട്ടത്? നിഷേധിക്കാൻ പറ്റുമോ? അപ്പൊ അതിനകത്ത് നടന്ന മുഴുവൻ കാര്യങ്ങളും തെറ്റായ രൂപത്തിലാണ്. ഈ പണം വന്നത് കള്ളപ്പണത്തിലൂടെയാണ്. മന്ത്രി അഴിമതി നടത്തിയിട്ട പണമാണ് എന്നുള്ളതിന് വളരെ കൃത്യമായ കാര്യങ്ങളും വന്നില്ലേ? അന്വേഷിക്കാൻ കേരളം അന്വേഷിക്കില്ല, കേന്ദ്രം അന്വേഷിക്കില്ല. കേന്ദ്രം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്രത്തെ തന്നെ പിടിച്ചു, ഒരു മന്ത്രിയെ തന്നെ പിടിച്ചു. പിന്നെ എവിടെ അന്വേഷണം? എന്നിട്ട് ഇപ്പം BJPയുടെ സ്ഥാനാർത്ഥിമാരെ പുകഴ്ത്തുന്ന LDF-ന്റെ കൺവീനർ എന്നിട്ട് പറയാ നിങ്ങൾക്ക് എവിടെയാണ്, നിങ്ങൾ എവിടെയാണ് BJPയെ നേരിട്ട് ഫൈറ്റ് ചെയ്യുന്നത്? BJPയുമായി CPM രാജ്യത്ത് എവിടെ ഫൈറ്റ് ചെയ്യുന്നത്? ബംഗാളിലുണ്ടോ? ത്രിപുരയിലുണ്ടോ? നിങ്ങൾ എവിടെയാ? നിങ്ങൾക്ക് രാജ്യത്ത് BJPക്കെതിരെ പോരാട്ടം? നിങ്ങൾ ഇവിടെ BJPയെ വളർത്തി കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക ഈ നാട്ടിനകത്ത് ചെയ്യുന്നത്. എന്നിട്ട് പറയും BJPക്കെതിരെ ഞങ്ങൾ പോരാട്ടം നടത്തുക എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ വളരെ കൃത്യമായി ഇവർ തമ്മിൽ ഏത് അന്തധാരയുണ്ടായാലും എന്ത് തരത്തിൽ ഒത്തുതീർപ്പുണ്ടായാലും കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും BJPക്ക് അനുകൂലമായി നിൽക്കില്ല. സുരേഷ് ഗോപി അല്ല ഏത് ഗോപിമാർ വന്നാലും തൃശ്ശൂർ എടുക്കാൻ സാധിക്കില്ല. രാജീവ് ചന്ദ്രശേഖർ അല്ല ഏത് ശേഖരന്മാർ വന്നാലും തിരുവനന്തപുരത്തൊന്നും നിങ്ങളെ താമര വിരിയില്ല. ഞാൻ ആവർത്തിച്ച് പറയാണ്, അത് മലർപ്പൊടിക്കാരുടെ സ്വപ്നമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് തെളിയിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കൊള്ളത്തരത്തെക്കുറിച്ച്, കൊള്ളയും കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. നിങ്ങൾ ഉത്തരേന്ത്യയിലെ ആളുകളെ പറ്റിക്കുന്നത് പോലെ അങ്ങനെ പറ്റിക്കാൻ പറ്റുന്ന നാടല്ല ഈ കേരളം. അതുകൊണ്ട് അങ്ങനെയൊന്നും BJPക്കാരൻ അങ്ങ് മലർപ്പൊടി സ്വപ്നം കാണണ്ട. ഒരു അക്കൗണ്ട് മോദി 40 ദിവസം ഇവിടെ വന്ന് ഓരോ ബൂത്തിൽ വന്ന് പ്രസംഗിച്ചാലും നിങ്ങൾക്ക് ഒരു ചുക്കും ഈ കേരളത്തിനകത്ത് ഒരു MP-മാരെ സൃഷ്ടിക്കാൻ BJPക്ക് സാധിക്കില്ലെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട.
അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ഈ ഇ പി ജയരാജന്റെ ഭാര്യ ഇന്ദിര പെൻഷൻ പറ്റിയപ്പോൾ 1 കോടി രൂപ കിട്ടും. ഒരു കാര്യം ഞാൻ ഉല്ലാസിലേക്ക് വരാം. ഉണ്ടെങ്കിൽ മാത്രം പറയൂ ഉല്ലാസ്. ഓക്കെ ശ്രീ ബലദേവ്, ഇവിടെ കുട്ടി എന്ന് പറയപ്പെടുന്ന പ്രിയപ്പെട്ടവനോട് ആവേശം കൂടുമ്പോൾ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. എന്ത് കഴിഞ്ഞ നിയമസഭ അത് തെളിയിച്ചതാണ്. കോൺഗ്രസ് പൊട്ടിപ്പാളിസായി കഴിഞ്ഞ നിയമസഭയ്ക്കകത്ത്. അത് ആദ്യം മനസ്സിലാക്ക്. നിങ്ങളുടെ കെ മുരളീധരൻ 3ാം സ്ഥാനത്ത്, അതും മനസ്സിലാക്കും കേട്ടോ. ബാക്കി നിങ്ങളുള്ള സീറ്റ് കൂടി പോയി അത് വേറെ കാര്യം. ശ്രീ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ഇ പി ജയരാജന്റെ ഭാര്യ ഇന്ദിര വിരമിക്കുമ്പോൾ 1 കോടി രൂപ വരെ കിട്ടും, പെൻഷൻ ആനുകൂല്യമായി കിട്ടും എന്നൊക്കെയാണ് അങ്ങ് പറയുന്നത്. ഒരു IAS ഓഫീസർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തുക കിട്ടും ഒരു ബാങ്ക് മാനേജർക്ക്. എന്റെ കാര്യം ഞാൻ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ പെൻഷൻ പറ്റുമ്പോൾ അവരുടെ പെൻഷൻ കമ്മ്യൂട്ടേഷൻ ഉൾപ്പെടെ പലർക്കും അത് IAS അല്ല, സാധാരണ ഒരു ഉദ്യോഗസ്ഥന് 25 വർഷത്തിൽ കൂടുതൽ സർവീസ് ഉണ്ടെങ്കിൽ അവർക്ക് ഏതാണ്ട് 1 കോടി രൂപയിൽ കൂടുതൽ പെൻഷൻ കമ്മ്യൂട്ടേഷൻ ഉൾപ്പെടെ കിട്ടിയ പലരും എന്റെ അടുത്ത് തന്നെ ഉണ്ട്. കാര്യം 10-40 ലക്ഷം രൂപയിൽ കൂടുതൽ പെൻഷൻ കമ്മ്യൂട്ടേഷൻ, ഗ്രാറ്റുവിറ്റി 25 ലക്ഷം രൂപയാണ്. ഇങ്ങനെ പലതും. പിന്നെ അതിലുപരി PF അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നതനുസരിച്ച് ചിലർക്ക് PF വളരെ കൂടുതലായിരിക്കും, ചിലർക്ക് PF തുക കാണത്തില്ല. PF ചിലർ തുക പിൻവലിക്കും. PF നല്ലൊരു തുക ഡെപ്പോസിറ്റ് ചെയ്യുന്നവരുണ്ട്. PF പലിശയും കൂടുതലാണ്. ഈ പലിശയും പെൻഷൻ ആനുകൂല്യങ്ങളും ഗ്രാറ്റുവിറ്റിയും പെൻഷൻ കമ്പ്യൂട്ടേഷൻ ആയിട്ട് 40 ലക്ഷം രൂപ വരെയൊക്കെ വരുന്നവരുണ്ട്. അപ്പൊ അത് യഥാർത്ഥത്തിൽ അത് പെൻഷൻ ആനുകൂല്യമല്ല, അടുത്ത 12 വർഷത്തേക്കുള്ള പെൻഷന്റെ 40% കമ്മ്യൂട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഏകദേശം ഞാൻ ഇവിടെ വ്യക്തമായ കണക്കുകൾ പലരുടെയും ഞാൻ അജിംസ് തരാം. പിന്നെ അവർ അവരുടെ എത്ര കിട്ടിയെന്ന് എനിക്കറിയില്ല. അവർ ബാങ്കിന്റെ സീനിയർ മാനേജർ ആയിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് നല്ല പെൻഷനും ശമ്പളവും ആനുകൂല്യമൊക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ കാര്യമാണ്. ഇപ്പൊ ഏതാണ്ട് ഇല്ല, അത് എനിക്കറിയില്ലല്ലോ. ഞാൻ പറഞ്ഞത് അവര് പെൻഷൻ പറ്റിയ പണം അവർക്ക് 92 ലക്ഷം രൂപയാണ്. നിങ്ങൾ ഈ പറയുന്നത് അവർ കോടികളൊന്നും അതിനകത്തില്ല. കണക്കുകൾ പുറത്തു വന്നതാണ്. അല്ല, ഞാൻ പറയട്ടെ, അവർക്ക് കിട്ടണമെന്നില്ലല്ലോ. 92 ലക്ഷം രൂപയാണ് അവർക്ക് അതിനകത്ത് ഷെയർ ഉണ്ടെന്ന് പറയുന്നത്. മൊത്തം 22 കോടി രൂപയുടെ സ്ഥാപനമാണ്. ഞാൻ അതിലേക്ക് വരാം. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, BJP എന്ന പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുന്നത് ഒരേ ഒരു അജണ്ടയിലാണ്. ഹിന്ദു മുസ്ലിം അല്ലെ ഹിന്ദു ക്രിസ്ത്യൻ സംഘർഷം ഉണ്ടാക്കി ഹൈന്ദവ വർഗീയത വളർത്തുക. അവരുടെ കുഴപ്പമല്ല. അവർക്ക് ഇന്ത്യയിൽ വളരണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഐഡിയോളജി ഇല്ല. ആകെ ഒരു ഹിന്ദു വർഗീയത വളർത്തിയെടുത്ത് ഇന്ത്യയിലെ ഹിന്ദുക്കളെ നേരത്തെ വിദേശത്ത് വന്ന മുസ്ലിങ്ങൾ ദ്രോഹിക്കുന്നു, ക്രിസ്ത്യാനികൾ ദ്രോഹിച്ചു, അതുകൊണ്ട് ഹിന്ദുക്കൾ നശിച്ചുപോയി എന്ന് പറയാം. അത് അങ്ങനല്ല ഇന്ത്യയിലെ ഹിന്ദുക്കൾ നശിച്ചത്. ഇന്ത്യയിലെ ഹിന്ദുക്കൾ നശിച്ചത് മുസ്ലിമായിട്ടും ക്രിസ്ത്യാനിയായിട്ടും ഒക്കെ മാറിയത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ തന്നെ ചെയ്ത ദോഷമാണ്. താണ ജാതിയിൽപ്പെട്ടവർക്ക് റോഡിലിറങ്ങി നടക്കാൻ പാടില്ല, അക്ഷരം പഠിക്കാൻ. അവരൊക്കെ എന്ത് ചെയ്തു? ക്രിസ്ത്യാനിയും മുസ്ലിമും ആയാലും അവൻ അമ്പലത്തിൽ പോകാം, റോഡിൽ കൂടെ പോകാം, സ്കൂളിൽ പഠിക്കാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, BJP ഇന്ത്യയിൽ ആദ്യമായിട്ട് വളർന്നു വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ശക്തി ഉണ്ടായിരുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എതിരില്ലാത്ത സംസ്ഥാനങ്ങളാണ്. അവിടെയുള്ള തീവാരി കുടുംബം ഉൾപ്പെടെ അവരുടെ എല്ലാ കുടുംബങ്ങളും എല്ലാം രാജിവെച്ച് BJPയിലേക്ക് പോയി. അന്നൊന്നും പശ്ചിമബംഗാളിലും ത്രിപുരയിലും ഒന്നും BJPക്ക് ആദ്യം വളർച്ചയില്ലായിരുന്നു. പിന്നീടാണ് പശ്ചിമബംഗാൾ തൃണമൂൽ വന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ക്ഷയം ഉണ്ടായത്. BJP പിന്നീടാണ് അവിടെ വരുന്നത്. ത്രിപുര ഒരു കൊച്ചു സംസ്ഥാനമാണ്. ഈ സംസ്ഥാനങ്ങളിലേക്ക് BJP കടന്നു വരുന്നത് അതിനൊക്കെ ശേഷമാണ്. വാജ്പേയിക്ക് അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് പശ്ചിമബംഗാളിലും ത്രിപുരയിലും ഒന്നും യാതൊരു ശക്തിയും ഇല്ലായിരുന്നു. അപ്പൊ കോൺഗ്രസിന്റെ ശക്തിക്ഷയം, കോൺഗ്രസിന്റെ നയത്തിൽ പറ്റിയ പോരായ്മകളാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ BJP എന്ന് പറയുന്ന ഈ വർഗീയ സംഘടന വളരെ കാരണമാക്കി. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ BJP ഇപ്പോൾ ചെയ്യുന്നത് എന്താ? അദ്ദേഹം ബഹുമാനപ്പെട്ട ഉല്ലാസ് പറഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ വികസന പ്രവർത്തനങ്ങൾ എനിക്ക് എപ്പോഴും ഞാൻ ചോദിക്കുന്നതാണ്, നിങ്ങൾ എന്ത് വികസന പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്തത്? വിദേശത്തു നിന്നും ഇന്ത്യയിൽ 16 ഉല്ലാസ് ഒരു കണക്ക് മനസ്സിലാക്കണം. 2016 നവംബർ 8 ഈ നോട്ട് നിരോധിക്കുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് 16.25 ലക്ഷം കോടി രൂപയാണ്. അതായത് 1947 മുതൽ ഏകദേശം 70 വർഷത്തോളം ഇന്ത്യയിൽ അടിച്ച നോട്ട് 16.25 ലക്ഷം കോടി രൂപ. ഇപ്പോൾ എത്രയെന്നറിയോ? 2023 മാർച്ചിൽ 32 ലക്ഷം. എന്റെ കയ്യിൽ കണക്ക് ഇരിപ്പുണ്ട്, റിസർവ് ബാങ്ക് പുറത്തുവിട്ട കണക്കാ. അതായത് 7 വർഷം കൊണ്ട് 16 ലക്ഷം കോടി രൂപ നിങ്ങൾ അധികം അടിച്ചു. 70 വർഷം കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും BJP ഇടതുപക്ഷവും എല്ലാം ഭരിച്ചു. അന്ന് ആകെ അടിച്ചത് 16 ലക്ഷം കോടി രൂപ. നിങ്ങൾ 7 വർഷം കൊണ്ട് അധികം അടിച്ചത് 16 ലക്ഷം കോടി രൂപ. ഈ 7 വർഷം കൊണ്ട് നിങ്ങൾ ഇന്ത്യയുടെ കടം 55 ലക്ഷം കോടിയിൽ നിന്നും 170 ലക്ഷം കോടിയായിട്ട് ഉയർത്തി. ഈ പണമൊക്കെ എടുത്ത് കുറച്ച് റോഡുകൾ നിങ്ങൾ പഠിച്ചു. ശരിയായി, ഞാനത് അംഗീകരിക്കുന്നു. നിങ്ങൾ വേറെ എന്ത് വികസന പ്രവർത്തനങ്ങൾ എവിടെ ചെയ്ത്?
സാധാരണക്കാരന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ കർഷക സമരമായിട്ട് വന്ന് ഞങ്ങൾ എന്ത് ചെയ്തു? ഇന്ത്യയിലെ കർഷകരെ മൊത്തം അവർക്ക് നിങ്ങൾ മിനിമം പ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും കൊടുത്തോ? ആ കർഷകരുടെ പ്രശ്നങ്ങൾ വല്ലതും നിങ്ങൾ അംഗീകരിക്കുന്നു? ഇല്ല. നിങ്ങൾക്കാകെയുള്ള ഒരു അജണ്ടയേ ഉള്ളൂ, ഹിന്ദുത്വ അജണ്ട. പിന്നെ വികസന ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഉല്ലാസ് ഭവൻ എടുത്തു പറയാം. ഇന്ത്യയിൽ നിങ്ങൾ ഒരു പൊതുമേഖലാ സ്ഥാപനം തുടങ്ങി ഒരാൾക്ക് തൊഴിൽ കൊടുത്തു? ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം നിങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റു. ഏറ്റവും കൂടുതൽ ലാഭത്തിലോട് നവരത്നമല്ല മഹാനവരത്ന കമ്പനികൾ എല്ലാത്തിന്റെ ഷെയർ വിറ്റു. ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ അടിസ്ഥാനമായിരുന്ന LICയുടെ 40% ഷെയർ നിങ്ങൾ വിറ്റു. നിങ്ങൾ മുടിയനായ പുത്രന്മാര്, രക്ഷകർത്താക്കന്മാര്, കാരണവന്മാരുണ്ടാക്കിയിട്ടിരുന്ന സ്വത്ത് വിറ്റ് നശിപ്പിക്കുന്നത് പോലെ നിങ്ങൾ കുറേശ്ശെ വിറ്റ് ഒരു റോഡ് പണിയും അല്ലെങ്കിൽ ഒരു ശുചിത്വ മിഷൻ എന്ന് പറഞ്ഞ് പാവപ്പെട്ട ഒരു കക്കൂസ് പണിഞ്ഞു കൊടുക്കും. 2 കിലോ അരി കൊടുത്തിട്ട് പറയുന്നത് എന്താ? ഞങ്ങൾ വികസന പ്രവർത്തനം നടത്തി. നിങ്ങൾ എയർപോർട്ടുകൾ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുന്നു, തുറമുഖങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുന്നു, ട്രെയിൻ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുന്നു. BSNL എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇപ്പോൾ ഇല്ല, തൊഴിലാളികൾ പോലും ഇല്ല. BSNL നശിച്ചു പോയിരിക്കുന്നത് പരിപൂർണമായിട്ട്. അപ്പൊ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുത്തിരുന്ന സ്ഥാപനങ്ങൾ 55 ലക്ഷമാണ് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുള്ളത്. 8 ലക്ഷം ഒഴിവായത്. നിങ്ങളുടെ തൊഴിൽ മന്ത്രി 2023 മാർച്ചിൽ പറഞ്ഞതാണ്, ലോക്സഭയിൽ വെച്ച കണക്കാണ്. 8 ലക്ഷം ഒഴിവെടുത്ത് നികത്താതെ കിടക്കുക. പിന്നെ എന്ത് വികസന പ്രവർത്തനം നിങ്ങൾ ചെയ്യുന്നത്? ഇവിടെ കേരളത്തിൽ ബഹുമാനപ്പെട്ട സുരേന്ദ്രൻ കാളവണ്ടിയും കൊണ്ട് നടന്നല്ല, ഞങ്ങൾ വരുമ്പോ 50 രൂപയ്ക്ക് പെട്രോൾ വരുമെന്ന് പറഞ്ഞ് നിങ്ങൾ കയറുമ്പോൾ 2014 പെട്രോളിന്റെ വില 65 രൂപ. അന്ന് അന്തർദേശീയ ഇവിടെ 117 രൂപയാണ്. 117 രൂപയാണ് ഒരു മില്യൺ ക്രൂഡ് ഓയിലിന്റെ വില. ഇപ്പോഴെവിടെ ചെന്ന് നിൽക്കുന്നു? ഇപ്പോൾ 80 രൂപയുള്ള അന്തർദേശീയ വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില. ആ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ 80 രൂപയുള്ള പെട്രോളിന് എത്രയായി? 63 രൂപയാണ്, 105 രൂപയായി. ഗ്യാസിന് 400 രൂപ കടത്തി 1000 രൂപയായി. ഇതൊക്കെയല്ലേ ഉല്ലാസിലേക്ക് കൂടി പോകണം, സമയം അവസാനിക്കാതെ. ശ്രീ ഉല്ലാസ്, ഇവിടെ വികസനം പറഞ്ഞ് നിങ്ങൾക്ക് വോട്ട് തരും എന്ന് പറയുന്നുണ്ട്. ഇന്ന് കർണാടകയിലെ ശിവമോഗയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കുകയാണ്. അദ്ദേഹം പ്രസംഗിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അദ്ദേഹം പറയുന്നത് ഒപ്പോസിഷൻ, പ്രതിപക്ഷം വാണ്ട്സ് ടു എൻഡ് ഹിന്ദു ശക്തി. ഒരു പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ കർണാടകയിലെ ശിവമോഗയിൽ ഒന്ന് പ്രസംഗിക്കുന്നതാണ്. പ്രതിപക്ഷം ഹിന്ദു ശക്തി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഇങ്ങനെയാണോ നിങ്ങൾ വോട്ട് പിടിക്കുന്നത്? അല്ല, പ്രധാനമന്ത്രി അങ്ങനെ പ്രസംഗിക്കുമ്പോൾ സംസാരിച്ചുവെങ്കിൽ അതിൽ യാഥാർത്ഥ്യ കാരണങ്ങളുണ്ടല്ലോ. വർഗീയതയുണ്ടാക്കി. ഇപ്പം നേരത്തെ ബലദേവ് സൂത്രത്തുകൂടെ ഒരു പണിയൊപ്പിച്ചു പോയില്ലേ? ഹിന്ദു മുസ്ലിം വർഗീയത ഉണ്ടാക്കി. 10 വർഷമായിട്ട് ബലദേവെ നിങ്ങളൊന്ന് അക്കമിട്ട് എണ്ണി പഠിക്കേ. നിങ്ങൾ വലിയ വികസനത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞില്ലേ? ഞങ്ങൾ എവിടെ സംഘർഷം ഉണ്ടാക്കുമെന്ന് പറഞ്ഞേ. നിങ്ങൾ വലിയ വികസന ചർച്ചയൊക്കെ ചെയ്തില്ലേ? ഈ കേരളത്തിൽ ഒരു കാര്യം ബഹുമാനായിട്ടുള്ള ശ്രീ ബൽദേവ് സംസാരിച്ചില്ലല്ലോ. നിങ്ങൾക്ക് പരിപ്പിനും ഉപ്പിനും മറ്റേ വെള്ളക്കരത്തിനും ഇലക്ട്രിസിറ്റിക്കും അല്ലെങ്കിൽ കേസ് കൊടുക്കാനുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വില കൂട്ടി നശിപ്പിച്ച് നാറാണക്കല്ലായി സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാക്കിയിട്ട് അതിനെക്കുറിച്ച് കമാന്നൊരു അക്ഷരം ഉണ്ടാണ്ട് വെച്ച് കലക്കണ അപ്പുറത്തേക്ക്. ബൽദേവേ, ശുചിത്വ മിഷൻ അല്ലാട്ടോ, നിങ്ങൾ പേര് മാറ്റിയതാ. ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ അധികാരത്ത് വന്നതിന് ശേഷം 10 വർഷക്കാലമായിട്ട് റെയിൽവേ മേഖലയിൽ, NH ഹൈവേ മേഖലകളിൽ ചെറുപ്പക്കാരുടെ ദീനദയാൽ കൗശൽ യോജനയുടെ ചെറുപ്പക്കാരുടെ കാര്യം, മാതൃവന്ധൻ യോജനയുടെ അമ്മമാരുടെ കാര്യങ്ങൾ, അതേപോലെ കിസാൻ സമ്മാൻ നിധിയിലൂടെ കർഷകൻ്റെ കാര്യങ്ങൾ, ഉജ്ജ്വല യോജനയുടെ പാവപ്പെട്ട അമ്മമാർക്കുള്ള ഗ്യാസ് കണക്ഷനുകൾ, സൗഭാഗ്യ യോജനയും ശൗചാലയ യോജനയും, മൈക്രോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലൂടെ സ്റ്റാർട്ടപ്പ് പദ്ധതികൾ, മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾ, സ്കിൽ ഡെവലപ്മെൻറ്റിലൂടെ സാധാരണക്കാരായിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് കുട്ടികളെ ഡെവലപ്പ് ചെയ്യുന്ന പദ്ധതികൾ, വിശ്വകർമ്മ അഭിയാൻ പദ്ധതികൾ, ഞങ്ങൾ അക്കമിട്ടെണ്ണിത്തരാം. ഞങ്ങളുടെ വന്ദേ ഭാരത് അടക്കമുള്ള റെയിൽവേ സംവിധാനങ്ങൾ, എയർപോർട്ടുകൾ ഇപ്പോൾ എത്രയായി? 149 കഴിഞ്ഞ് 150 പോയിക്കൊണ്ടിരിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും തീരുവകൾ നിരവധി BJP ഭരിക്കുന്ന സർക്കാരുകൾ കുറച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കേന്ദ്രത്തിനേക്കാൾ ഇരട്ടി കിട്ടുന്ന വിഹിതത്തിൽ ആണാപ്പൈ കുറയ്ക്കാതെ 2 ഉറുപ്യ കൂട്ടിയ മിടുക്കന്മാരാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. നെല്ലിൻ്റെ താങ്ങുവില നെല്ല് കൊയ്ത് ചാക്കിലാക്കി മൂട്ടി വരമ്പത്ത് വെക്കുമ്പോൾ അത് കർഷകന് ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത, നട്ടലില്ലാത്ത കാർഷിക മേഖല ഭരിക്കുന്ന ബൽദേവിന്റെ പാർട്ടി അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വിലയും നിങ്ങൾ കൂട്ടിയ വിലയും നമ്മൾ തടഞ്ഞപ്പോൾ ബോധമുള്ള മനുഷ്യർക്ക് മനസ്സിലാവും എന്താണ് സംഭവിച്ചത്.
അല്ല അജിംസ് ഞാൻ പറഞ്ഞ മറ്റു കാര്യത്തിൽ എന്താ അജിംസിന് മനസ്സിലാക്കാത്ത? കേരളത്തിലെ താങ്ങുവില കൃത്യമായിട്ട് കൊടുത്തോ? കർഷകന് നെല്ലിന്റെ പൈസ കൃത്യമായിട്ട് കൊടുത്തോ? 2 ഉറുപ്പ്യ മേടിച്ച് വെച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് അത് കൃത്യമായി കൊടുത്തോ? ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് 2 മാസത്തെ ഇപ്പോഴത്തെ കാണിച്ച അഭ്യാസമല്ലാതെ കടം മൂലധനം, ബൽദേവിനെ ഭാഷ അറിയാം, അജിംസിനെ ഭാഷ അറിയാം, റെജിൽ മാക്കുറ്റിക്ക് അറിയുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. കടം മൂലധനമായിട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമല്ലാതെ ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടന ഈ കേരളത്തിൽ വന്ന് നിങ്ങൾ എന്താ ആഭ്യന്തര മേഖലകളിൽ തകർന്ന് തരിപ്പണമാക്കി. കേരളം കടം വാങ്ങി എന്ന് പറയുമ്പോൾ കേന്ദ്രം എത്ര വാങ്ങി എന്നുള്ള തിരിച്ചുള്ള ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. കേന്ദ്രം വാങ്ങുന്ന കടം, നാഷണൽ ഹൈവേ അതോറിറ്റി വാങ്ങുന്ന കടത്തിനൊക്കെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അത് വേറൊരു തർക്കമാണ്, വേറെ വിഷയമാണ്. ഞാൻ സമയം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നന്ദി. അഡ്വക്കേറ്റ് ഉല്ലാസ്, അഡ്വക്കേറ്റ് ബൽദേവ്, റിജിൽ മാക്കുറ്റി ഇത്രയും സംസാരിച്ചതിനിടെ